ആരാധന ആരാധനത്തോടെ ശക്തിയോടെ സ്നേഹത്തോടെ ആരാധന. അവരെ ആരാധിപ്പി അല്പജനമേ നിങ്ങളുള്ളെങ്കിലും അവന്റെ സാന്നിധ്യം നിങ്ങളുടെ മധ്യത്തിലുണ്ട്. ആരാധിക്കുന്ന എല്ലാ ഹൃദയങ്ങളും വിശുദ്ധമാക്കപ്പെട്ടതിന് നന്ദി. ആരാധിക്കുന്ന എല്ലാ ഹൃദയങ്ങളും ഒരുക്കപ്പെട്ടതിന് നന്ദി. ആരാധിക്കുന്നേ യേശുവേ, ആരാധിക്കുന്നേ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും സമർപ്പിച്ചു. ആത്മാവിൽ നിങ്ങൾക്ക് എങ്ങനെ ആരാധിക്കാൻ തോന്നുന്നു അതുപോലെ അവിടുത്തെ മഹത്വത്തെ കണ്ടുകൊണ്ട് ഞങ്ങൾ ആരാധിക്കുന്നു. അവിടുത്തെ തേജസ് അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾ ആരാധിക്കുന്നു. ഓരോ ഹൃദയങ്ങളിൽ അവിടുത്തെ സാന്നിധ്യം ജീവിക്കുന്നു. നന്ദീശുവേ, നന്ദി അപ്പാ. അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളുടെ വചനത്തിന്റെ ശക്തി ഞങ്ങളുടെ മേൽ അയക്കുന്നു. നന്ദി അപ്പാ. പരിശുദ്ധാത്മാവേ, ആത്മാവിൽ നിറഞ്ഞ ആരാധന. ഹോളി 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 പരിശുദ്ധ പരിശുദ്ധ ഹോളി ഹോളി പരിശുദ്ധാത്മാവേ, ഓ ചലിക്കുക. ശുശ്രൂഷയിലുടനീളം പരിശുദ്ധാത്മാവെ ചലിക്കുക. ഇടമധ്യത്തിൽ കയറി വരുന്നവരുടെ മേലും ചലിക്കുക. ഹൃദയം തുറന്നിരിക്കുന്നവരുടെ മേൽ ചലിക്കുക. അടഞ്ഞ ഹൃദയമുള്ളവർ കേൾക്കുന്നെങ്കിൽ അവരുടെ ഉള്ളത്തിൽ ചലിക്കുക. ചലിക്കുന്ന ആത്മാവെ വഴികളിലുള്ള തടസ്സങ്ങളെ ചലിപ്പിച്ചു മാറ്റുക. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ ജീവിതത്തിൽ ചലിക്കുന്നു. ആരുടെയൊക്കെയോ ജീവിതത്തിൽ പരിശുദ്ധാത്മ ശക്തി ചലിക്കുന്നത് ആത്മാവിൽ അറിയുന്നു. ചില ബ്ലോക്കുകൾ, ചില തടസ്സങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ട്, ചില ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ട് ചില പണികൾ നടക്കുന്നു ആത്മാവിനാൽ. പരിശുദ്ധ ആലയമായി ഒരുമനപ്പെട്ട വളരട്ടെ. ആരുടെയോ തലയുടെ അസ്വസ്ഥത ഭാരങ്ങൾ ആത്മശക്തിയാൽ അടിഞ്ഞു മാറുന്നു. ചിന്ത മണ്ഡലങ്ങളിൽ സ്വസ്ഥത, സമാധാനം വെളിപ്പെടുന്നു. യേശുവേ, നന്ദി നന്ദി. താങ്ക് യു താങ്ക് യു താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്.
താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിന് നന്ദി പറയും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം, എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ 1-ാമത്തെ അധ്യായം 4-ാമത്തെ തിരുവചനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ചില ആത്മീയ രഹസ്യങ്ങൾ കാണാൻ പോകുന്നു. ആ വചനത്തിൻ്റെ ശക്തിയെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ആ വചനത്തിൽ ആശ്രയിച്ച് അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ഒരുമനപ്പെട്ടു വളരുകയാണ്. ഹല്ലേലൂയ. എഫേസ്യർ 1:4 വായിക്കാം. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. ബിഫോർ ദ ഫൗണ്ടേഷൻ, ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുൻപ് തന്നെ നാം ഓരോരുത്തരും അവന്റെ സന്നിധിയിൽ പരിശുദ്ധരാകുക, വിശുദ്ധരാകുക, കളങ്കമില്ലാത്തവരാകുക, നിഷ്കളങ്കരാകുക. അവൻ ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. തിരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശം അവന്റെ സന്നിധിയിൽ വിശുദ്ധരാകുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അവന്റെ സന്നിധിയിൽ നിഷ്കളങ്കരായി തീരുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതിനാണ് ലോകസ്ഥാപനത്തിന് മുൻപേ പിതാവാം ദൈവം നമ്മെ യേശു ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. നമ്മെ തിരഞ്ഞെടുത്തത് ക്രിസ്തുവിലാണ്. യുസി ബൈബിളിൽ ഇങ്ങനെ കാണുന്നു, തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും. സ്നേഹത്തിൽ പരിശുദ്ധരും. സ്നേഹത്തിൽ വിശുദ്ധി വെളിപ്പെടുത്തിക്കൊണ്ട്, ഹല്ലേലൂയ, സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിനു മുമ്പേ തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. അവിടുന്ന് നമ്മെ തന്റെ പ്രിയപുത്രനായ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാരും പറഞ്ഞേ, ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. തിരഞ്ഞെടുക്കപ്പെട്ട നിന്നെ അവൻ തിരഞ്ഞെടുത്തതിന്റെ പരമോന്നത ഉദ്ദേശം എന്താണെന്ന് നീ തിരിച്ചറിയണം. അവന്റെ സന്നിധിയിൽ പരിശുദ്ധരാകുവാൻ, വിശുദ്ധരാകുവാൻ, അവന്റെ സന്നിധിയിൽ നിഷ്കളങ്കരാകുവാൻ, അവന്റെ സന്നിധിയിൽ സ്നേഹത്തിന്റെ വിശുദ്ധി വെളിപ്പെടുത്തുന്നതിനു വേണ്ടി ലോകസ്ഥാപനത്തിനു മുൻപേ അവൻ എന്നെയും നിന്നെയും ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ബൈബിളിൽ KJVയുടെ ട്രാൻസ്ലേഷനിൽ ഇങ്ങനെയാണ്, നാം അവന്റെ മുൻപാകെ സ്നേഹത്തിൽ വിശുദ്ധരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം മറ്റുള്ളവരെ ഒന്നും നോക്കേണ്ട. ഹല്ലേലൂയ. നാം കാണിക്കുന്നതും പ്രകടിപ്പിക്കുന്നതും നമ്മുടെ നിഷ്കളങ്കതയും നമ്മുടെ വിശുദ്ധിയും ലോകത്തിന്റെ മുമ്പിൽ നാം കാണിക്കേണ്ടതില്ല. അവന്റെ മുമ്പിലാണ് നാം അത് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ, ഹല്ലേലൂയ, നിങ്ങളുടെ പരിശുദ്ധി, നിങ്ങളുടെ വിശുദ്ധി മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളുടെ നിഷ്കളങ്കത കാണിച്ചിട്ടും ഒരു പ്രയോജനവും നിങ്ങൾക്ക് നാളായി കിട്ടുന്നില്ലെങ്കിലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങളുടെ പരിശുദ്ധി വെളിപ്പെടുന്നത് അവന്റെ മുമ്പിലാണ്. നിങ്ങളുടെ നിഷ്കളങ്കത, കളങ്കമില്ലാത്ത മനസ്സ് വെളിപ്പെടുന്നത് ദൈവത്തിന്റെ മുമ്പിലാണ്. അതിനു വേണ്ടിയാണ് എന്നെയും നിന്നെയും അവൻ തെരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ, എന്നെ തെരഞ്ഞെടുത്തു സ്നേഹിക്കുന്നതിനു വേണ്ടി. ഹല്ലേലൂയ. ലോകസ്ഥാപനത്തിന് മുൻപ്. ഹല്ലേലൂയ. എപ്പോഴാണ് എന്നെ തെരഞ്ഞെടുത്തത്? ലോകത്തെ സ്ഥാപിക്കുന്നതിനു മുൻപേ തന്നെ. ഹല്ലേലൂയ. നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ദൈർഘ്യം ഒന്ന് നോക്കുക. നമ്മുടെ തെരഞ്ഞെടുപ്പ് എത്രയോ നാളുകൾക്ക് മുൻപേ ഒരുക്കപ്പെട്ട പദ്ധതിയാണ്. ഞാനും നീയും ഒരു കാര്യം ചെയ്യാൻ പദ്ധതി ഒരുക്കുന്നത് ചിലപ്പോൾ 2 ദിവസമായിരിക്കാം, ചിലപ്പോൾ അരമണിക്കൂറായിരിക്കാം, ചിലപ്പോൾ 2 ആഴ്ചയായിരിക്കാം, ചിലപ്പോൾ 2 മാസമായിരിക്കാം. ഹല്ലേലൂയ.
എന്നാൽ യുഗത്തിന്റെ ആരംഭം മുതൽ തന്നെ, ലോകസ്ഥാപനത്തിന് മുൻപേ തന്നെ അവൻ നിന്നെ ക്രിസ്തുവിൽ കണ്ടതാണ്. അവൻ നിന്നെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്ത വ്യക്തിയാണ്. ഹല്ലേലൂയ. അയ്യോ, ദൈവം എന്നെ കാണുന്നില്ലല്ലോ എന്ന് നീ പറയരുത്. ഞാൻ കൈവിടപ്പെട്ടു പോയതുപോലെയാണല്ലോ എന്ന് നീ പറയരുത്. അവർക്ക് നേട്ടം ഇവർക്ക് നേട്ടം എനിക്കില്ലല്ലോ എന്ന് നീ പറയരുത്. നിന്നെ കുറിച്ചുള്ള പദ്ധതി അവന്റെ മനസ്സിൽ ഉണ്ടായത് നീ ജനിക്കുന്നതിന് മുൻപെയാണ്. നീ അമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപപ്പെടുന്നതിന് മുൻപെയാണ്. ഈ ലോക സ്ഥാപനത്തിന് മുൻപേ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അത്ഭുത വ്യക്തിയാണ് നീ. നീ നിസ്സാരനായ വ്യക്തിയല്ല. നിന്റെ തെരഞ്ഞെടുപ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നതാണ്. തെരഞ്ഞെടുത്തത് ലോകക്കാരല്ല, അനിൽ അംബാനിയല്ല, മരിച്ചുപോയ KJ റോയ് അല്ല. നിന്നെ തെരഞ്ഞെടുത്തത് സർവശക്തനായ ദൈവമാണ്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനാണ്. അവനാണ് യുഗങ്ങൾക്ക് മുൻപേ നിന്നെ തെരഞ്ഞെടുത്തത്. ലോകസ്ഥാപനത്തിന് മുൻപേ അവൻ നിന്നെ കണ്ടിരുന്നു. അവൻ നിന്നെ തെരഞ്ഞെടുത്തിരുന്നു. ഹല്ലേലൂയ. അവൻ തെരഞ്ഞെടുത്തത് തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് പിതാവായ ദൈവം. ഹല്ലേലൂയ. മുന്നമേ ഒരുക്കിയ പദ്ധതി അനുസരിച്ച്, പുത്രനിലൂടെ ഒരുക്കിയ പദ്ധതി അനുസരിച്ച്, കാലത്തിന്റെ പൂർണ്ണതയിൽ അവൻ തന്റെ പുത്രനെ നമ്മെ സെലക്ട് ചെയ്യാൻ ഭൂമിയിലേക്ക് അയച്ചു. നേരിട്ട് കണ്ട് നമ്മോട് സംസാരിക്കാനായി. ഹല്ലേലൂയ. നമ്മോട് ആത്മാവിൽ സംസാരിക്കാൻ, വെളിപ്പാടിൽ സംസാരിക്കാനായിട്ട് അവൻ അയച്ചു. ഹല്ലേലൂയ. അവൻ തന്റെ പ്രവൃത്തികളെ പൂർത്തിയാക്കി പിതാവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. ഹല്ലേലൂയ. നിന്റെ തെരഞ്ഞെടുപ്പ് തന്റെ പുത്രനിൻ മുഖാന്തിരമുള്ള തെരഞ്ഞെടുപ്പാണ്. ഹല്ലേലൂയ. ക്രിസ്തു മുഖാന്തിരമാണ് നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. യുഗങ്ങൾക്ക് മുമ്പേ തെരഞ്ഞെടുത്ത പിതാവാം ദൈവം വേർതിരിച്ച വിശുദ്ധീകരിച്ച ജീവിതത്തെയാണ് യേശു യെരുശലേം തെരുവിലൂടെ നടക്കുമ്പോൾ ചുങ്കക്കാരനായി ഒരുവൻ ചുങ്കം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് കാണുന്നത്. യേശുവിനെ കണ്ടപ്പോൾ ഹല്ലേലൂയ, ലോകപ്രകാരം അവൻ ചുങ്കം ഭരിക്കുന്നു. യഹൂദർക്ക് അവൻ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ്. അവനെ പാപിയെന്ന് മുദ്ര കുത്തിയിരിക്കുന്നു, ഹീനനെന്ന് മുദ്ര കുത്തിയിരിക്കുന്നു. എന്നാൽ യേശു കണ്ടപ്പോൾ യുഗങ്ങളുടെ ആരംഭം മുതൽ തെരഞ്ഞെടുക്കപ്പെട്ടവൻ അവിടെ ഇരിക്കുന്നത്. അവന്റെ യോഗ്യത നോക്കാതെ യേശു അവനെ വിളിച്ചു, ഫോളോ മീ, എന്നെ അനുഗമിക്കുക. അവൻ ചുങ്കസ്ഥലത്തു നിന്ന് എഴുന്നേറ്റു. അവൻ കണക്ക് പുസ്തകങ്ങൾ മടക്കി വെച്ചു. അവന്റെ പണപ്പെട്ടി അത് അധികാരികളെ തിരിച്ചേൽപ്പിച്ചു. യുഗങ്ങൾക്ക് മുമ്പേ എന്നെ തെരഞ്ഞെടുത്ത ഒരുവൻ എന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഇനി എന്റെ ജീവിതം എനിക്ക് വേണ്ടിയല്ല, ഇനി എന്റെ ജീവിതം നിങ്ങൾക്ക് വേണ്ടിയല്ല, ഇനി എന്റെ ജീവിതം എന്നെ തെരഞ്ഞെടുത്തവന് വേണ്ടിയാണ്. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ യുഗങ്ങൾക്ക് മുമ്പേ വിളിച്ചവന്റെ ശബ്ദം നിങ്ങളുടെ ഹൃദയങ്ങളെ തേടി വരുന്നു. അവൻ നിങ്ങളെ വിളിക്കുന്നു, അവൻ നിങ്ങളെ വിളിക്കുന്നു. സ്നേഹം അടിസ്ഥാനമായി കൊണ്ട് വിളിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ അടിസ്ഥാനമായി കിടക്കേണ്ടത് സ്നേഹമാണ്. ആ സ്നേഹം നിങ്ങളുടെ ജഡസ്നേഹമല്ല. നിങ്ങൾ നിങ്ങളെ ഭാര്യയെ സ്നേഹിക്കുന്നത് പോലെ, ഭർത്താവിനെ സ്നേഹിക്കുന്നത് പോലെ, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത് പോലെയുള്ള ലൗകിക സ്നേഹത്തിന്റെ കാര്യമല്ല. പിതാവിന്റെ സ്നേഹത്താൽ നിറഞ്ഞ്, ഹല്ലേലൂയ, അപ്പന്റെ സ്നേഹത്താൽ നിറയപ്പെട്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, വിളിക്കപ്പെട്ടവർ വിശുദ്ധ ജീവിതം നയിക്കട്ടെ. അവന്റെ സ്നേഹം നിന്റെ അകത്ത് ജീവനാകാൻ തുടങ്ങുമ്പോൾ, ഹല്ലേലൂയ, അവന്റെ സ്നേഹം നിന്നിൽ വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ, ഒഴുകാൻ തുടങ്ങുമ്പോൾ, ഹല്ലേലൂയ, സ്നേഹത്തോടെ നിനക്ക് ഇടപെടാൻ പറ്റും. ആ സ്നേഹത്തിന് മാത്രമേ നിന്നെ ഉപദ്രവിക്കുന്നവരെ ബ്ലസ് ചെയ്യാൻ നിനക്ക് സാധിക്കുകയുള്ളൂ. ആ സ്നേഹത്തിന് മാത്രമേ നിന്റെ ശത്രുവിനെ അനുഗ്രഹിക്കാൻ നിനക്ക് പറ്റുകയുള്ളൂ. കാരണം ദൈവരാജ്യത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് നീ ഒന്ന് നോക്കുക. അവിടെ ഏറ്റവും പ്രധാനമായി കാണുന്നത് സ്നേഹത്തെയാണ്.
ഹല്ലേലൂയ. സ്നേഹമെന്ന അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ദൈവരാജ്യത്തിൽ സ്നേഹമേ ഉള്ളൂ. അതുകൊണ്ടാണ് സ്നേഹത്തിൽ വിശുദ്ധരാകുവാൻ, സ്നേഹത്തിൽ നിഷ്കളങ്കരാകുവാൻ സ്വർഗം എന്നെയും നിന്നെയും വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നീ നിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നത്, നീ നിന്റെ വിശുദ്ധ ജീവിതത്തെ പ്രദർശിപ്പിക്കുന്നത്, നീ നിന്റെ നിഷ്കളങ്കതയെ പ്രദർശിപ്പിക്കുന്നത് നിന്റെ വീട്ടുകാരുടെ മുന്നിലല്ല, ലോകത്തിന്റെ മുന്നിലല്ല, പിശാചിന്റെ മുന്നിലല്ല, സുഹൃത്തുക്കളുടെ മുന്നിലല്ല, ദൈവത്തിന്റെ സന്നിധിയിലാണ് നീ നിന്റെ വിശുദ്ധിയെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് വിലയുണ്ട്. അത് കാണാതെ പോകുന്ന ഒന്നല്ല, അത് മാർക്ക് ലഭിക്കാതെ പോകുന്ന ഒന്നല്ല, അത് വിജയം ലഭിക്കാതെ പോകുന്നതൊന്നല്ല, അത് റിവാർഡ് ലഭിക്കാതെ കടന്നു പോകുന്ന ഒന്നല്ല. അതിന് നിനക്ക് പ്രതിഫലം അവൻ തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ എന്റെ വിശുദ്ധിയെ, അവന്റെ സന്നിധി വിട്ട് ഞാൻ എവിടെ പോകും? ഹല്ലേലൂയ. ഞാൻ പാതാളത്തിൽ പോയാൽ അവിടെ അവന്റെ സന്നിധിയുണ്ട്. ഞാൻ കടലിന്റെ ആഴത്തിൽ പോയാൽ അവിടെ അവന്റെ സന്നിധിയുണ്ട്. നീ നിന്റെ മുറിക്കകത്ത് കയറി വാതിലടയ്ക്കുമ്പോൾ അവിടെ അവന്റെ സാന്നിധ്യമുണ്ട്, സാന്നിധ്യമുണ്ട്. നീ നിന്റെ ടോയ്ലറ്റിൽ കയറുമ്പോൾ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. നീ സ്നേഹത്തിൽ നിലനിൽക്കുന്നതും നിന്റെ വിശുദ്ധിയെ വെളിപ്പെടുത്തുന്നതും നിന്റെ കളങ്കമില്ലാത്ത ജീവിതത്തെ കാണിക്കുന്നതും അവന്റെ സന്നിധിയിലാണ്. ഹല്ലേലൂയ. നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവന്റെ സാന്നിധ്യമുണ്ട്. നീ യാത്ര ചെയ്യുന്ന വേളയിൽ അവിടെ അവന്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. നിന്റെ വിളി പരിശുദ്ധനോടൊപ്പമാകുവാനാണ്, പരിശുദ്ധന്റെ സ്വഭാവത്താൽ നിറയപ്പെടാനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. നിന്റെ പഴയ മനസ്സിന്റെ സ്വഭാവങ്ങളിൽ ജീവിക്കാനല്ല, പഴയ ശൈലിയിൽ ചിന്തിക്കാനല്ല, പഴയ ശൈലിയിൽ സംസാരിക്കാനല്ല. ഹല്ലേലൂയ. ഹൃദയ പരമാർത്ഥതയോടെ ആത്മാവിൽ ഞാൻ നിന്നോട് പറയട്ടെ, അവന്റെ സ്വഭാവത്തെ ധരിച്ചുകൊണ്ട് ജീവിപ്പാനാണ് അവൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. കയ്യടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. നിന്റെ പരിശുദ്ധിയെ കാണിക്കാനല്ല, നിന്റെ ശ്രമത്തെ കാണിക്കാനല്ല, നിന്റെ ബലം പ്രയോഗിച്ചുള്ള പരീക്ഷകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് കാണിക്കാനല്ല, അവന്റെ പരിശുദ്ധിയെ ധരിക്കുവാൻ, അവന്റെ വിശുദ്ധിയെ ധരിക്കുവാൻ അത് നിന്നിലൂടെ ഈ ലോകത്ത് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി യുഗങ്ങൾക്ക് മുമ്പ്, ലോക സ്ഥാപനത്തിന് മുമ്പ് അവൻ യേശു ക്രിസ്തുവിൽ നിന്നെ തെരഞ്ഞെടുത്തു. നിന്റെ സ്ഥാനം എത്ര വലുതാണ്, നിന്റെ പൊസിഷൻ എത്ര വലുതാണ്. സ്വർഗത്തോളം ഉന്നതനാണ് നീ. ദൈവം എത്രത്തോളം ഉന്നതനാണോ അവന്റെ പരിശുദ്ധിയെ നീ ലോകത്തിൽ വെളിപ്പെടുത്തുമ്പോൾ അവനോളം ഉന്നതിയിലാണ് നീ. അതുകൊണ്ടാണ് സഭയെ അവന്റെ ശരീരമെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അവന്റെ ശരീരം അശുദ്ധി നിറഞ്ഞതല്ല, അവന്റെ ശരീരം അവന്റെ പരിശുദ്ധിയെ അനുദിനം വെളിപ്പെടുത്തുന്നതാണ്. വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ, നിന്നിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ വചനം ഞാൻ ആത്മാവിൽ പറയുമ്പോൾ നിന്റെ ആത്മാവിൽ നിന്ന് ദൈവത്തിന്റെ വിശുദ്ധി, ദൈവത്തിന്റെ പരിശുദ്ധി നിന്റെ മനസ്സിലേക്ക്, നിന്റെ ശരീരം വഴി നിന്റെ ചുറ്റുപാടുകളിലേക്ക് ഒഴുകാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു നദി പോലെ, ഒരു ഫ്ലോ പോലെ ദൈവത്തിന്റെ പരിശുദ്ധി സകലരുടെ മേലേക്ക് ഒഴുകുകയാണ്. അതിനെ തടയരുത്, അതിനെ നീ മുറുകെ പിടിച്ച് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കരുത്. നിന്നിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധി വെളിപ്പെടുത്തണം എന്നുള്ളത് അവന്റെ യുഗങ്ങൾക്ക് മുൻപേയുള്ള തീരുമാനമാണ്, അവന്റെ പദ്ധതിയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട നീ നിന്നെ അല്ല വെളിപ്പെടുത്തേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജഡത്തെയല്ല വെളിപ്പെടുത്തേണ്ടത്, അവന്റെ പരിശുദ്ധിയിലേക്കാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. സ്നേഹത്തിൽ പരിശുദ്ധരാകുവാൻ, സ്നേഹത്തിൽ വിശുദ്ധരാകുവാൻ. ഹല്ലേലൂയ. അതാണ് POCയിൽ അത് വിശുദ്ധർ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പേ അവിടുന്ന് ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്തു. അതിന്റെ അർത്ഥം ആ വിശുദ്ധി നിന്റെതല്ല, അവന്റെ വിശുദ്ധിയാണ്, അവന്റെ പരിശുദ്ധി. ഹല്ലേലൂയ. സാത്താന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റാതെ വരുന്നത് എപ്പോഴാണെന്നറിയാമോ? അവന്റെ പരിശുദ്ധി നിന്നിലൂടെ വെളിപ്പെടാൻ തുടങ്ങുമ്പോഴാണ്.
അപ്പൊ നീ പോകാൻ പോലും പറയണ്ട, അവൻ പോയിരിക്കും. നീ നോക്കിയാ മതി, പോയിരിക്കും. നീ തൊട്ടാ മതി, പോയിരിക്കും. ഹല്ലേലൂയ. നിന്റെ പ്രസൻസ് ആ നാട്ടിലുണ്ടായാൽ ദുഷ്ടന് നിൽക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരുടെയോ കാലിലേക്ക് ജീവനിറങ്ങുന്നു. യേശുവിന്റെ പരിശുദ്ധിയാൽ ആ കാലുകൾ സൗഖ്യമാകട്ടെ, അസ്ഥികൾ സൗഖ്യമാകട്ടെ, ഞരമ്പുകൾ സൗഖ്യമാകട്ടെ. കാല് വേദനകൾ അഴിച്ചു മാറ്റുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ തെരഞ്ഞെടുപ്പ് നിന്റെ കുടുംബത്തിൽ കളങ്കം ഉണ്ടാക്കാൻ വേണ്ടിയല്ല. നിന്റെ തെരഞ്ഞെടുപ്പ് നിന്റെ സുഹൃത്തുക്കൾക്കിടയിൽ നിന്റെ നിഷ്കളങ്കത വെളിപ്പെടുത്താനാണ്. നിന്റെ കുടുംബത്തിൽ കളങ്കരഹിതമായ നിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്താനാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. കളങ്കമുള്ള വാക്കുകൾ നിന്റെ നാവിൽ നിന്ന് പുറത്തു വരാൻ അല്ല അവൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. കുതന്ത്രങ്ങളുടെ, തന്ത്രങ്ങളുടെ, സൂത്രങ്ങളുടെ, നുണകളുടെ വ്യാപാരങ്ങൾ, പ്രവൃത്തികൾ നിന്നിൽ നിന്ന് പുറത്തു വരുവാനല്ല സ്വർഗം നിന്നെ ലോകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തത്. പ്രൈസ് ദി ലോർഡ്. നാം അവന്റെ മുമ്പാകെ സ്നേഹത്തിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിനു മുൻപേ അവൻ നമ്മെ, പ്രൈസ് ദി ലോർഡ്, അവൻ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ. പ്രൈസ് ദി ലോർഡ്. എല്ലാരും പറഞ്ഞ്, ലോകസ്ഥാപനത്തിന് മുൻപേ അവൻ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. ക്രൈസ്റ്റ് അവനിലാ നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ലോകസ്ഥാപനത്തിന് മുൻപ്, പ്രൈസ് ദി ലോർഡ്, ഈ വേൾഡ് സിസ്റ്റം ആരംഭിക്കുന്നതിന് മുൻപ് അവൻ നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ തിന്മയാൽ ഈ ലോകം നിറയപ്പെടുന്നതിന് മുൻപ്, തിന്മ ഈ ലോകത്തിലേക്ക് പടരുന്നതിന് മുൻപ്, തിന്മയാൽ സകല ജീവജാലങ്ങളും സ്വാധീനിക്കപ്പെടുന്നതിന് മുൻപേ തന്നെ അവൻ നമ്മെ തെരഞ്ഞെടുത്തു. അപ്പൊ തിന്മയില്ലാതിരിക്കുന്ന നമ്മെയാണ് അവൻ തെരഞ്ഞെടുത്തത്. പാപം തൊടാത്ത നിന്നെയാണ് അവൻ തെരഞ്ഞെടുത്തത്. ഹേ സഹോദര ഉണരൂ, ഹേ സഹോദരി ഉണരൂ. യാതൊരു തിന്മയും ഇല്ലാതിരിക്കുമ്പോഴാണ് നിന്നെ തെരഞ്ഞെടുത്തത്. തിന്മയ്ക്ക് നിന്നിലൂടെ ഒഴുകുവാൻ സാധ്യമല്ല. നിന്റെ തെരഞ്ഞെടുപ്പ് അശുദ്ധിക്ക് മുൻപെയാണ്. നിന്റെ തെരഞ്ഞെടുപ്പ് പരിശുദ്ധി നിലനിൽക്കുമ്പോഴാണ്. ഹല്ലേലൂയ. എല്ലാരും പറഞ്ഞ്, തിന്മയ്ക്ക് എന്നിൽ പ്രവർത്തിക്കാൻ അവകാശമില്ല. തിന്മയ്ക്ക് എന്നിലൂടെ വെളിപ്പെടാൻ സാധ്യമല്ല. ഇനി നിങ്ങൾ ഞാൻ ബലഹീനനാണ്, ഞാൻ പാപിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഹല്ലേലൂയ. നിന്റെ തെരഞ്ഞെടുപ്പ് ഈ വേൾഡിൽ പാപത്തിന്റെ സിസ്റ്റം വെളിപ്പെടുന്നതിന് മുമ്പായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അപ്പൊ ശ്രദ്ധിച്ചേ, തിന്മ ഈ ഭൂമിയിൽ കയറുന്നതിനു മുൻപ് തന്നെ ദൈവം ക്രിസ്തുവിലൂടെയുള്ള രക്ഷാകര പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പാപം അതോ ഹവയും ചെയ്തിട്ടല്ല, ചെയ്യുന്നതിന് മുമ്പ് തന്നെ രക്ഷാകര പദ്ധതിക്ക് തുടക്കം കുറിച്ചു. 1 പത്രോസ് 1:20 POCയിൽ നിന്ന് വായിക്കാം. 1 പത്രോസ് 1:20. അവനാകട്ടെ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ നിയോഗിക്കപ്പെട്ടിരുന്നവനും, അവനാകട്ടെ യേശുവാകട്ടെ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ നിയോഗിക്കപ്പെട്ടിരുന്നവനും. അപ്പൊ ലോകം സ്ഥാപിച്ച ശേഷം ആണ് പാപം വന്നത്. ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ പിതാവാം ദൈവം യേശുവിനെ നിയോഗിച്ചിരിക്കുകയാണ്. എന്നിട്ട് ബാക്കി ഈ അവസാന കാലത്ത് നിങ്ങൾക്കായി
വെളിപ്പെടുത്തപ്പെട്ടവനുമാണ്. അപ്പൊ അവനാകട്ടെ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് ഈ അവസാന കാലത്ത് നമുക്കായി വെളിപ്പെടുത്തപ്പെട്ടവനുമാണവൻ. ഞാനത് എന്റെ ശരിക്കും ട്രാൻസ്ലേഷനോട് കറക്റ്റ് ആയിട്ടുള്ള ഭാഗം ആകുന്നത് ഏത് പുസ്തകത്തിലാണോ അതാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ യേശു ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നിയോഗിക്കപ്പെട്ടവനായിരുന്നു. ഈ അവസാന കാലത്താണ് യേശു ദേഹരൂപം ധരിച്ചു വെളിപ്പെട്ടത്. അപ്പൊ നിങ്ങൾ അറിയുക, ഇരുൾ ഈ ലോകത്തെ മൂടുന്നതിന് മുൻപേ വെളിച്ചം തയ്യാറായിരുന്നു. നിന്റെ ജീവിതത്തിൽ ഒരു ഇരുൾ വരുന്നതിന് മുൻപേ, നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉടലെടുക്കുന്നതിന് മുൻപേ അതിനുള്ള സൊല്യൂഷൻ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇരുളിനെ ഓർത്ത് നീ ഭാരപ്പെട്ടുകൊണ്ടിരിക്കണ്ട, സങ്കടപ്പെട്ടുകൊണ്ടിരിക്കണ്ട. ആരോടോ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആ പ്രശ്നം ഉളവാകുന്നതിന് മുൻപേ അതിനുള്ള സൊല്യൂഷൻ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ നീ എന്തിനാണ് അവിശ്വാസിയെ പോലെ ഭാരപ്പെടുന്നത്? വിശ്വാസ കണ്ണുകൾ തുറക്കപ്പെട്ടവൻ ഇരുൾ എത്തിക്കഴിഞ്ഞാലും ഭാരപ്പെടില്ല. കാരണം അവൻ അറിയാം, ഇരുളിന് മുമ്പേ വെളിച്ചം ഒരുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവൻ ഭാരപ്പെടില്ല, അവൻ തളർന്നു പോകില്ല, അവൻ അയ്യോ എന്ന് പറയില്ല, അവൻ കഷ്ടമെന്ന് പറയില്ല, എന്താകൂന്ന് പറയില്ല. അവൻ ഒരു കാര്യം പറയും, ഈ ഇരുളിനെ നോക്കിക്കൊണ്ട് ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്, ഇതെന്താകാൻ പോകുന്നു എന്ന് അവൻ ഒരുക്കപ്പെട്ടിരിക്കുന്ന വെളിച്ചത്തെ കണ്ടുകൊണ്ട് ആത്മാവിൽ വിളിച്ചു പറയാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇരുളിന് മൂടിക്കളയാൻ കഴിയാത്ത വിധത്തിലുള്ള വെളിച്ചമാണ് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. ഒരു ഇരുളിനും തീർക്കാൻ കഴിയാത്തത്, ഒരു ഇരുളിനെയും അകറ്റാൻ കഴിയാത്തത്, ഒരു ഇരുളിനും പെടുത്തിക്കളയാൻ കഴിയാത്തതായ ഒരത്ഭുത വെളിച്ചം ഇരുളിന് മുമ്പേ ഒരുക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാൻ 1:1 POC ഇങ്ങനെ കാണുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ, in the beginning was the word, hallelujah, and the word was with God, hallelujah. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ ഒരുക്കപ്പെട്ട വചനം, ഒരുക്കപ്പെട്ട വെളിച്ചം ദൈവമായിരുന്നു, ദൈവത്തോട് കൂടെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആദിയിൽ ലോകസ്ഥാപനത്തിന് മുൻപേ അവനുണ്ടായിരുന്നു. ഹല്ലേലൂയ. എല്ലാരും പറഞ്ഞേ, ലോകത്തെ സ്ഥാപിക്കുന്നതിന് മുൻപേ നിയോഗിക്കപ്പെട്ടവൻ ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്നു, അവൻ ദൈവമായിരുന്നു. ഹല്ലേലൂയ. അവന്റെ 2ാം വാക്യം വായിച്ചേ, അവൻ ആദിയിൽ ദൈവത്തോട് കൂടിയായിരുന്നു. He was in the beginning with God. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. ഹല്ലേലൂയ. ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആദിയിൽ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടന്നു, നിങ്ങളും ദൈവത്തോട് കൂടിയായിരുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾ എവിടെ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്നോ, നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നോ. നിങ്ങളുടെ യഥാർത്ഥ പാർപ്പിടം എവിടെയാണ്? ഉയരത്തിലാണ്. നിങ്ങളുടെ യഥാർത്ഥ ഭവനം എവിടെയാണ്? സ്വർഗത്തിലാണ്. നിങ്ങൾ എവിടത്തെ പൗരന്മാരാണ്? സ്വർഗത്തിലെ പൗരന്മാരാണ്. ആദിയിൽ പുത്രൻ ദൈവത്തോട് കൂടെയായിരുന്നത് പോലെ ദൈവത്തിന്റെ അംശമാണ് നിങ്ങൾ ഓരോരുത്തരും, ദൈവത്തിന്റെ ഭാഗമാണ് നിങ്ങൾ ഓരോരുത്തരും. ബൈബിൾ നിങ്ങളെ നോക്കി ഇങ്ങനെ വിളിക്കുന്നു, ദൈവങ്ങൾ എന്നാണ് നിങ്ങളുടെ പേര്.
നിങ്ങളുടെ പേര് ദൈവങ്ങളെന്നാണ്. കുറഞ്ഞൊരു മനുഷ്യനെ പോലെ നീ നിന്നെ കാണരുത്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണ് നീ. അത്ഭുതങ്ങളുടെ ദേശത്തു നിന്ന് വന്നവനാണ് നീ. വെളിച്ചത്തിന്റെ ദേശത്തു നിന്ന് ഭൂമിയിലേക്ക് വന്നവനാണ് നീ. യേശു എപ്രകാരം പിതാവിനോടൊപ്പമായിരുന്നോ, യേശു എപ്രകാരം ദേഹരൂപം ധരിച്ചു വന്നോ, കാലത്തിന്റെ പൂർണ്ണതയിൽ നീയും യേശുവിനെ പോലെ ഭൂമിയിൽ വന്നവനാണ്. യേശു എപ്രകാരം പിതാവിന്റെ സന്നിധിയിൽ ഇരിക്കുന്നു, ആത്മാവിൽ നീ ഇപ്പോൾ പിതാവിന്റെ സന്നിധിയിലാണ്. അവന്റെ വരവിങ്കൽ നീ എടുക്കപ്പെടും. നിന്റെ വാസസ്ഥലം അവിടെയാണ്, നിന്റെ ദേശം അവിടെയാണ്, നിന്റെ രാജ്യം അവിടെയാണ്. നിന്റെ പിതാവ് അവനാണ്, നിന്റെ ജ്യേഷ്ഠൻ യേശുവാണ്, നിന്റെ ശക്തി പരിശുദ്ധാത്മാവാണ്. ദൈവമായിരുന്നു, ദൈവത്തിലായിരുന്നു, മനുഷ്യ രക്ഷയ്ക്കായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പേ അവൻ ദൈവമായിരുന്നു. അവൻ പൂർണ്ണ ദൈവമായിരുന്നു. ഫിലിപ്പി 2:6 അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്നു വിചാരിക്കാതെ ദാസരൂപം എടുത്ത്. ഫിലിപ്പി 2:6 അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ. നിങ്ങൾ അറിയുക, അവൻ ഏത് രൂപത്തിലിരിക്കെ? ദൈവരൂപത്തിൽ. ആരുടെ കാര്യമാ പറയുന്നത്? യേശുവിന്റെ കാര്യം. യേശു എങ്ങനെയായിരുന്നു ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ്? ദൈവരൂപത്തിൽ. അർത്ഥം എന്താണ്? അവൻ ദൈവമായിരുന്നു. അവൻ ദൈവത്തോടൊപ്പമായിരുന്നു. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ അവൻ ദാസന്റെ രൂപമെടുത്തു. ദൈവത്തിന്റെ രൂപത്തിൽ ഇരുന്നവൻ, ദൈവമായിരുന്നവൻ മനുഷ്യന്റെ രൂപമെടുത്തു. ആദിയിലെ നിയോഗിക്കപ്പെട്ടവൻ, ലോകസ്ഥാപനത്തിന് മുൻപേ ഉണ്ടായിരുന്നവൻ, സമയമായപ്പോൾ ദൈവത്തിന്റെ സമത്വം വെടിഞ്ഞ്, ഹല്ലേലൂയ, ദൈവവുമായുള്ള സമസ്വഭാവത്തെ മാറ്റിവെച്ചുകൊണ്ട് അവൻ താഴ്ച ധരിച്ചു. പുത്രസദൃശ്യത്തിലായി നമ്മളെ അറിയിക്കുവാൻ, നാം ആരാണെന്ന് നമ്മളെ പഠിപ്പിക്കുവാൻ, നാം എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കേണ്ടതെന്ന് അറിയിപ്പാൻ, നാം എവിടെ നിന്നാണ് ഈ ഭൂമിയിലേക്ക് വന്നതെന്ന് അറിയിപ്പാൻ, നമ്മുടെ ദേശം ഏതാണെന്ന് കാണിച്ചു തരുവാൻ, ഹല്ലേലൂയ, ഒരു ജ്യേഷ്ഠ സഹോദരനായി അവനെ പോലെ നമ്മുടെ ഇടയിലേക്ക് അവൻ അവിടെ പറയുന്നു, ടു ബി ഈക്വൽ വിത്ത് ഗോഡ്. അവൻ ദൈവത്തോട് ഈക്വൽ ആയിരുന്നു, സെയിം ആയിരുന്നു. അവൻ ദൈവമായിരുന്നു. ഒരളവിലും കുറവില്ലാത്ത വിധത്തിൽ പൂർണ്ണ ദൈവമായിരുന്നവൻ ദേഹരൂപമെടുത്ത, ഹല്ലേലൂയ, ആ സമത്വത്തെ വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഈക്വൽ ആയിരുന്നവൻ നമ്മെ പ്രതി താഴ്ചയുള്ള രൂപം ധരിച്ചു ഭൂമിയിലേക്ക് വന്നു. നിങ്ങളുടെ ഈ ശരീരം താഴ്ചയുള്ള രൂപമാണ്. നിങ്ങൾക്ക് ഉയരങ്ങളിൽ ഒരു രൂപം ഒരുക്കപ്പെട്ടിട്ടുണ്ട്. ഈ താഴ്ചയുള്ള രൂപം നിങ്ങൾ വിടും. ഈ കാലുവേദനയുള്ള രൂപം നിങ്ങൾ വിടും. ഈ പുറം വേദനയുള്ള രൂപം നിങ്ങൾ വിടും. ഹല്ലേലൂയ. ഈ താരനുള്ള രൂപം വിടും. ഈ മുടി കൊഴിഞ്ഞ രൂപം നിങ്ങൾ വിടും. ഈ ചുരുങ്ങിയ രൂപം നിങ്ങൾ വിടും. എന്നിട്ടോ ചുരുങ്ങാത്ത തേജസ്സുള്ള ശോഭയേറിയ മഹത്തരമായ സ്വർഗീയ രൂപത്തെ നിങ്ങൾ മുറുകെ പിടിക്കുന്ന ദിവസം വരാൻ പോകുന്നു. ഹല്ലേലൂയ. എത്ര മനോഹരമേ നിൻ പദ്ധതി, എത്ര മനോഹരമേ, എത്ര മനോഹരമേ നിൻ പദ്ധതി, എത്ര മനോഹരമേ, ഹല്ലേലൂയ, എത്ര മനോഹരമേ നിൻ പദ്ധതി, എത്ര മനോഹരമേ, ഹല്ലേലൂയ.
അപ്പൊ ദൈവത്തോട് ഈക്വലായിരുന്നവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു അല്ലെ? യോഹന്നാൻ 1:3 വായിച്ച്, സമസ്തവും അവനിലൂടെ ഉണ്ടായി. എല്ലാം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടു. ഏത് ദൈവത്താൽ? പുത്രൻ ദൈവത്താൽ. ഏത് ദൈവത്താൽ? യേശു ക്രിസ്തു എന്ന ദൈവത്താൽ. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ. എല്ലാം അവനിലൂടെ, ത്രൂ ഹിം, അവനിലൂടെ ഉണ്ടായി. 4 അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, നിങ്ങൾക്കും എന്തുണ്ട്? ജീവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ജീവൻ ആർക്ക് വേണ്ടിയാണ്? നിങ്ങളുടെ ജീവൻ ആർക്ക് വേണ്ടി? ആ ജീവൻ, നിങ്ങളുടെ ജീവൻ ആർക്ക് വേണ്ടി? നിങ്ങളുടെ ജീവൻ ആർക്ക് വേണ്ടിയാ? പറയാൻ പറ്റുന്നില്ലല്ലേ? ദൈവത്തിന് വേണ്ടി. ഒരു ഹല്ലേലൂയ പറഞ്ഞു. അവന് ജീവൻ ഉണ്ടായിരുന്നു, അവന്റെ ജീവൻ അവൻ നിങ്ങൾക്ക് തന്നെങ്കിൽ നിങ്ങളുടെ ജീവൻ അവന്റേതാണ്. അവന്റെ ജീവൻ നിങ്ങൾക്ക് തന്നെങ്കിൽ നിങ്ങളുടെ ജീവൻ അവന്റേതാണ്. അയ്യോ, ചിലര് പറയുന്നില്ലേ, നീ എന്റെ ജീവന്റെ ജീവനാന്നൊക്കെ പറഞ്ഞ് സ്നേഹിക്കുന്നില്ലേ? ഹല്ലേലൂയ. നിന്റെ ജീവൻ അവന് വേണ്ടിയാണ്, അവന്റെ ജീവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ബാക്കി, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ജീവനാണ് നിങ്ങളുടെ വെളിച്ചം. ഹലോ, നിങ്ങളിൽ അവന്റെ വെളിച്ചം വന്നിട്ടുണ്ട്. അവന്റെ ജീവൻ നിങ്ങളുടെ മേൽ പകരപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, കർത്താവേ വെളിച്ചം തരേണമേ, വെളിച്ചം തരേണമേ, നിത്യമാം പ്രകാശമേ, വെളിച്ചം തരേണമേ. പണ്ട് എൻ്റെ അപ്പനൊക്കെ ഒരു ധ്യാനം കൂടാൻ പോയിട്ട് വന്നിട്ട് അന്ന് വരെ ഗുണ്ടായിസവും ഒച്ചപ്പാടും ബഹളമായി നടന്ന പാർട്ടി ഞാൻ നോക്കുമ്പോൾ രാവിലെ തന്നെ പാട്ട് പുസ്തകമൊക്കെ എടുത്ത് പാടുക. അന്ന് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്ന അങ്ങനെ ഒരു പാട്ടുണ്ടത്. അത്ഭുതത്തോടെ അപ്പനെ നോക്കി അദ്ദേഹം ഇങ്ങനെ പാടി, വെളിച്ചം തരേണമേ. അന്നത്തെ ധ്യാന ഗുരുക്കന്മാര് ഈ പാട്ടാ കൊടുത്തത്. പക്ഷെ സത്യത്തിൽ യേശുവിനെ കൈക്കൊണ്ടപ്പോൾ അവന്റെ ജീവൻ നിങ്ങളുടെ മേൽ വന്നു. അതിന്റെ അർത്ഥം അവന്റെ വെളിച്ചം നിങ്ങളുടെ മേൽ വന്നു. എന്തിനാണ് ആ വെളിച്ചം നമ്മുടെ മേൽ വന്നത്? ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ബാക്കി വായിച്ച 5, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. ഇരുളിൽ പ്രകാശിക്കാൻ വേണ്ടി ഇനി ഉയരത്തിൽ നിന്നൊരു വെളിച്ചം വരാനില്ല. നിന്റെ അകത്തുള്ള വെളിച്ചമാണ് നിന്റെ ജീവിതത്തിന് മുമ്പിലുള്ള ഇരുളിൽ പ്രകാശിക്കാൻ പോകുന്നത്. അതുകൊണ്ട് വെളിച്ചം തരേണേ എന്ന് പറയാണ്ടിരിക്കാതെ വിശ്വസിക്കുക. ആത്മകണ്ണിൽ നിന്റെ അകത്ത് വന്നിരിക്കുന്ന വെളിച്ചത്തെ കാണുക. അത് വന്നിരിക്കുന്നത് ചുമ്മായിരിക്കാനല്ല, നീ ഓണാക്കണ്ട അത് കണ്ടോണാക്കി കഴിഞ്ഞാൽ ആ വെളിച്ചം നിന്റെ ഇരുളിലേക്ക് വ്യാപരിക്കും. വഴിയറിയാതെ എങ്ങോട്ട് പോകണമെന്ന് ചിന്തിച്ചുകൊണ്ട് നട്ടം തിരിയുന്ന പൈതലേ, വഴി കാണിക്കുന്ന വെളിച്ചം നിന്റെ അകത്തിരിക്കുന്നത് കാണുക. പുറമെ നിന്നല്ല നിനക്കിനി വഴി കാണിക്കാൻ പോകുന്നത്, നിന്റെ അകത്തു നിന്ന് തന്നെ നിന്റെ വഴി തുറക്കപ്പെടാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ പുറമെ നിന്നൊരു വഴി കാണിക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്കാൻ ഓടരുത്. നിന്റെ അകത്തു തന്നെ നിന്റെ വഴിയെ തെളിയിക്കാനുള്ള വെളിച്ചം വന്നിരിക്കുന്നു. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, തെരഞ്ഞെടുക്കപ്പെട്ട നിന്റെ അകത്തു വന്ന വെളിച്ചം, ഈ സത്യം തിരിച്ചറിയാത്തവർക്ക് വെളിച്ചമായി വെളിപ്പെടുത്തി കൊടുക്കുക. മനുഷ്യരെ വെളിച്ചത്തിലേക്ക് നടത്താനുള്ള വെളിച്ചം നിന്നിൽ നിന്ന് വെളിപ്പെടാൻ പോവുകയാണ്. നിന്നിൽ നിന്ന് വെളിപ്പെടാൻ പോവുകയാണ്. ഇരുട്ടിൽ കിടക്കുന്നവന്റെ കുരുട കണ്ണുകളെ തുറക്കാനുള്ള വെളിച്ചമുണ്ടല്ലോ,
നിന്റെ സുഹൃത്തിന്റെ, നിന്റെ പങ്കാളിയുടെ, നിന്റെ മകന്റെ കുരുട കണ്ണുകളെ തുറക്കാനുള്ള വെളിച്ചം നിന്നിൽ നിന്നും പുറപ്പെടണം. അതാണ് ദൈവമൊരുക്കിയ പദ്ധതി. അതിനു വേണ്ടിയാണ് ഹല്ലേലൂയ അവന്റെ ജീവൻ നിന്റെ മേൽ വന്നതാ. അത് നിന്നിൽ ഒരു വെളിച്ചമായി തീരുന്നു. ആ വെളിച്ചം ഇരുളിൽ കിടക്കുന്നവർക്ക് പ്രകാശം നൽകുന്നു. എല്ലാരും പറഞ്ഞേ, എന്നിൽ നിന്ന് വെളിച്ചം വെളിപ്പെടുന്നു. എന്റെ ജീവിതത്തിന്റെ മുൻപിലുള്ള ഇരുളുകളിലേക്ക് വെളിച്ചം പ്രകാശിക്കുന്നു. ഹല്ലേലൂയ. അതിന്റെ വോൾട്ടേജ് കൂട്ടുന്നതാണ് ദൈവത്തിന്റെ വചനം. അതിന്റെ വോൾട്ടേജ് കൂട്ടുന്നതാണ് പരിശുദ്ധാത്മ ശക്തി. നിന്റെ പാദങ്ങൾക്ക് വിളക്ക്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാട് പ്രാപിക്കുന്നവൻ അവന്റെ ജീവനിൽ വളരുന്നു. അവന്റെ പ്രകാശം കൂടുതൽ കൂടുതൽ ശോഭിക്കുന്നു. വചനം കൂടുതൽ വായിക്കുന്നവൻ, വചനത്തിൽ കൂടുതൽ ഇരിക്കുന്നവൻ, വചന വെളിപ്പാടുകളെ പ്രാപിക്കുന്നവൻ കൂടുതൽ പ്രകാശിതമായി കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കൊരു സത്യം അറിയണമോ? നിങ്ങളുടെ വെളിച്ചത്തെ ഒരിരുളിനും അവസാനിപ്പിക്കുവാൻ കഴിയുകയില്ല. നിങ്ങളുടെ വെളിച്ചത്തെ നിങ്ങളാണ് ബ്ലോക്ക് ചെയ്യുക. നിങ്ങളുടെ മനസ്സാണ് ബ്ലോക്ക് ചെയ്യുക. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ ചിന്തകളാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ സങ്കല്പങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ഒന്നും കൂടെ കടത്തി നിങ്ങളോട് പറയാം, പിശാചല്ല നിങ്ങളുടെ ഒന്നാമത്തെ ശത്രു. നിങ്ങളുടെ ഒന്നാമത്തെ ശത്രു നിങ്ങളുടെ പഴയ മനുഷ്യന്റെ മനസ്സാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. 2 കൊരിന്ത്യർ 10 നിങ്ങൾ പിന്നീട് എടുത്ത് പരിശോധിച്ചാൽ മതി. അവിടെ പറയുന്നു, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളവയാണ്. എന്നിട്ട് പറയാണ്, അവയാൽ ആദ്യം തകർക്കുന്നത് എന്താണ്? അതിന്റെ 10:5 വായിക്കാമോ? 2 കൊരിന്ത്യർ 10:5 കിട്ടിയാലൊന്ന് വായിച്ചേ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ഞങ്ങൾ ആദ്യം തകർക്കുന്നത് എന്താ? സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന. ശ്രദ്ധിച്ചേ, അവയാൽ ഞങ്ങൾ ആദ്യം തകർക്കുന്നത് സങ്കല്പങ്ങളാണ്. ഈ സങ്കല്പങ്ങൾ എവിടെയാ കിടക്കുന്നത്? അപ്പോൾ ആത്മാവിൽ ഇരുളിനെ പോരാടുമ്പോൾ, ഇരുളിനെ തകർക്കുമ്പോൾ ആദ്യം തകർക്കുന്ന സാധനമാണ് സങ്കല്പങ്ങൾ, നമ്മുടെ ചിന്ത. നമ്മുടെ ചിന്ത ലോകത്തിന്റെ രീതിയിലായി പോവുകയാണ്. നമ്മുടെ ചിന്ത ഉന്നതത്തിലതായി തീരണമെങ്കിൽ വചനം നമ്മിൽ ജീവനാകണം. വചനം കേട്ടാൽ പോരാ, വചനത്തിനുള്ളിലോട്ട് നമ്മൾ ഇറങ്ങണം. അപ്പോഴാണ് നമ്മുടെ ചിന്തകൾ നവീകരിക്കപ്പെടുക, നമ്മുടെ മനസ്സ് നവീകരിക്കപ്പെടുക. അപ്പൊ നമ്മളെ വീഴ്ചയിലേക്ക്, കുറവിലേക്ക്, നമ്മുടെ പ്രകാശത്തെ വെളിപ്പെടുത്താതിരിക്കുന്ന ഒന്നാമത്തെ ശത്രു നമ്മുടെ ഉള്ളു തന്നെയാണ്, നമ്മുടെ മനസ്സ് തന്നെയാണ്, നമ്മുടെ ചിന്തകൾ തന്നെയാണ്, നമ്മുടെ സങ്കല്പങ്ങൾ തന്നെയാണ്. നിങ്ങളത് കയറി പിടിച്ചോളുക. ഞാനത് വിടുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പൊ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവൻ മനുഷ്യന്റെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. 1 യോഹന്നാൻ 1:5. അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. അപ്പോ നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്ന വെളിച്ചത്തെ കീഴടക്കാൻ ഇരുളിന് പറ്റുമോ? പിന്നെ നിങ്ങൾ എന്തിനാ പിശാചിനെ പേടിക്കുന്നത്? ഒരു തരത്തിലും പിശാചിനെ ഈ വചനം കേൾക്കുന്ന ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. അവനും വലുത് നിങ്ങളാണ്. അവനേക്കാളും പവർ നിങ്ങൾക്കാണ്. അവനേക്കാളും അധികാരം നിങ്ങൾക്കാണ്. അവനേക്കാൾ ശക്തി നിങ്ങൾക്കാണ്. നിങ്ങൾ നിങ്ങളെ കാണാൻ തുടങ്ങുക. നിങ്ങൾ ദൈവങ്ങളാണ്. വചനം ആരുടെ അടുക്കിലേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് വിളിച്ചു. വചനം നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങൾ ദൈവ സ്വഭാവത്തിലാണ്, ദൈവ സാദൃശ്യത്തിലാണ്.
ആ സാദൃശ്യത്തിലേക്കാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിച്ചേ, ഇരുള് വരുന്നതിന് മുൻപ് ദൈവം മുൻകൂട്ടി കണ്ടിട്ട് ഇരുളിനെ തകർക്കാനുള്ള വെളിച്ചത്തെ വെളിപ്പെടുത്തി തയ്യാറാക്കി. അപ്പൊ ദൈവത്തിന്റെ പദ്ധതി ഓർത്ത് നോക്കിയേ. തെരഞ്ഞെടുക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്തൊക്കെയാ ചെയ്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കിനി ഇരുളിൽ വലയം ചെയ്യപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. കണ്ണ് കാണാത്തവരെ പോലെ, ചെവി കേൾക്കാത്തവരെ പോലെ, മുടന്തരെ പോലെ നിങ്ങൾ ജീവിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ദൈവരാജ്യത്തിലാണ്, പുതുരാജ്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ദൈവത്തിന്റെ സന്നിധിയിൽ നാം എഫേസ്യർ 1:4 നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. ഏതിനു മുമ്പ്? ലോകസ്ഥാപനത്തിന് മുൻപേ. അപ്പൊ ലോകസ്ഥാപനത്തിൽ ദൈവം ഈ പദ്ധതി ഒരുക്കി. ലോക അവസാനത്തിൽ പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടു. എത്ര പേരുടെ കൂടിയുണ്ട്? ലോക ആരംഭത്തിൽ പദ്ധതിയിട്ടു, ലോകാവസാനത്തിൽ പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടു. കേട്ടോ, പൂർത്തീകരിക്കപ്പെട്ടു. ലോകാവസാനത്തിലാണ് പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. ഹെബ്രായർ 9:26. ഹെബ്രായർ 9:26 4. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരിക്കുന്നു. ഹെബ്രായർ 9:26. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. ഈ പദ്ധതി ലോകസ്ഥാപനത്തിന് മുമ്പിട്ടതായതുകൊണ്ട് അങ്ങനെയായിരുന്നു, അല്ലെ? എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. സ്വന്തം യാഗം കൊണ്ട് ഇരുളിനെ നീക്കുവാൻ, പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. അവൻ എപ്പോഴാ പ്രത്യക്ഷനായത്? അവസാനത്തിൽ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹലോ, നിങ്ങളിപ്പോ ഏത് കാലത്താണ് നിൽക്കുന്നത്? അവസാന കാലത്തിൽ. ചിലരുടെയൊക്കെ ഇരിപ്പും ഭാവവും കണ്ടാൽ അവർ ലോകത്തിന്റെ ആരംഭത്തിൽ ഇരിക്കുന്നത് പോലെ, ആരംഭിച്ചിട്ടേ ഉള്ളൂ എന്ന മട്ടില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾ ഇരിക്കുന്നത് എവിടെയാ? അവസാനത്തിലാണ്. ഹല്ലേലൂയ. അവസാന കാലത്തിലാണ് ദൈവം തന്റെ പുത്രനെ തന്റെ യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഈ ഭൂമിയിലേക്ക് അയച്ചത്. ഹല്ലേലൂയ. അപ്പൊ ഈ രക്ഷാകര പദ്ധതി ആവിഷ്കരിച്ചത് ലോകസ്ഥാപനത്തിന് മുൻപ്. അതുകൊണ്ടാണ് 1 പത്രോസ് 1:20 അവനാകട്ടെ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നവനും. അവൻ എപ്പോഴാണ് നിയോഗിക്കപ്പെട്ടിരുന്നത്? ലോകസ്ഥാപനത്തിന് മുമ്പേ. നിങ്ങളെ തെരഞ്ഞെടുത്തത് എപ്പോഴാണ്? ലോകസ്ഥാപനത്തിന് മുൻപേ. അവസാനം എത്തി നിൽക്കുക. എന്തിനാ തെരഞ്ഞെടുത്തത്? അവന്റെ മുമ്പിൽ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ. ലോകസ്ഥാപനത്തിന്റെ ആരംഭത്തിൽ തുടങ്ങിയ പരിപാടിയാണ് നിങ്ങളിൽ ഏതാ? അവന്റെ സന്നിധിയിൽ സ്നേഹത്തിൽ എന്താകാൻ? പരിശുദ്ധരും നിഷ്കളങ്കരുമാണ്. അവസാനായി. എന്നിട്ട് ഇപ്പോഴും കർത്താവേ പരിശുദ്ധിയിൽ കുറച്ചുകൂടെ വളരെ നിഷ്കളങ്കത കുറച്ചും കൂടെ തരണേ. ഞായറാഴ്ച വരുമ്പോൾ പ്രാർത്ഥിക്കും, തിങ്കളാഴ്ച മറന്നു പോകും. ലോകസ്ഥാപനത്തിന് മുമ്പ് തുടങ്ങിയതാ പരിപാടി. അപ്പൊ ഈ അവസാന കാലത്ത് അവൻ പ്രത്യക്ഷനായി പാപപരിഹാരം വരുത്താൻ. ഇനി ഒരിക്കൽ കൂടി അവൻ പ്രത്യക്ഷനാകാൻ പോവുകയാണ്. അതാർക്ക് വേണ്ടിയാണ്? തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി. ഹലോ, ആരാ തിരഞ്ഞെടുക്കപ്പെട്ടവർ? സ്നേഹത്തിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുന്നവർക്ക് വേണ്ടി ഇനി അവൻ ഒരിക്കൽ കൂടി വരാൻ. കൈയടിച്ച് കത്താൻ നന്ദി പറഞ്ഞു. ഹല്ലേലൂയ.
ശ്രദ്ധിച്ച ലോക സ്ഥാപനത്തിന് മുമ്പേ അവൻ ഒരുക്കിയ പദ്ധതി അനുസരിച്ച് അന്ന് ആരംഭിച്ച പണി, അതിന്റെ എൻഡിൽ അവൻ വന്ന് പാപപരിഹാരം വരുത്തി. ഇനി അവൻ ഒരിക്കൽ കൂടി വരും. എന്തിനു വേണ്ടിയാണ്? സ്നേഹത്തിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുന്നവരെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1 ഹെബ്രായർ 9:28 വായിച്ചേ. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. നമ്മുടെ കൂട്ടുകാരുടെയും പ്രിയപ്പെട്ടവരുടെയും ഒക്കെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. ഈ അവസാന കാലത്ത് അവൻ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ഇനി പാപപരിഹാരത്തിനല്ല അവൻ വരുന്നത്. ഇനി അവൻ വന്നിട്ട് ഒരു പാപപരിഹാരവും നിന്നിൽ ചെയ്യാനില്ല. ആ പണിയൊക്കെ കഴിഞ്ഞു. നിന്നെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമാക്കി തീർത്തു. ഹല്ലേലൂയ. ഇനി പാപപരിഹാരത്തിനല്ല അവൻ വരുന്നത്. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധരെ കൊണ്ടുപോകുവാൻ, നിഷ്കളങ്കരെ കൊണ്ടുപോകുവാൻ, പരിശുദ്ധരെ കൊണ്ടുപോകുവാൻ അവൻ ഇനി ഒരിക്കൽ കൂടി വരികയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു സഭയെ ഇവിടുന്ന് എടുക്കപ്പെട്ടതിന് ശേഷം തിരിച്ചു വന്ന് തന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന, കാത്തിരിക്കുന്ന യഹൂദരുടെയും ജാതികളുടെയും ഇടയിൽ ഹല്ലേലൂയ ഒരു ന്യായവിധി നടത്തുന്ന ഒരു ഭാഗം കാണുന്നുണ്ട്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അവസാന ന്യായവിധിയല്ല. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാം ആടുകളെ വേർതിരിക്കുന്നത്, ചെമ്മരി ആടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്നത്. ഹല്ലേലൂയ. അത് മരിച്ചുപോയവരുടെ കാര്യമല്ല. യേശു സഭയെ എടുത്ത് പിതാവിന്റെ സന്നിധി സമർപ്പിച്ച ശേഷം എതിർ ക്രിസ്തുവിന്റെ രാജ്യത്തെ നശിപ്പിക്കാൻ ഈ ഭൂമിയിലേക്ക് വന്ന ഒരു മഹായുദ്ധത്തിന് ശേഷം ഹല്ലേലൂയ ജീവനോടെ ഇരിക്കുന്ന സകലരെയും വേർതിരിക്കുന്ന ഭാഗമാണ്. ഭൂമിയിലെന്നായിരിക്കുന്നവരെ വേർതിരിക്കുന്ന ഭാഗമാണ്. അന്ന് തന്റെ വലതുഭാഗത്തുള്ളവർക്ക് 1000 വർഷത്തെ ഈ ഭൂമിയിലെ വാസത്തിന് വേണ്ടി വീണ്ടും ഒരു അവസരം കൊടുക്കുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എന്നാൽ അവർ നമ്മെ പോലെയല്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നമ്മുടെ 1000 വർഷത്തെ ഭരണകാലത്തുള്ള നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ അധികാര മണ്ഡലങ്ങൾ വേറെയാണ്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എതിർ ക്രിസ്തുവിന്റെ കാലത്ത് ഈ ഭൂമിയിലേക്ക് യേശു വന്നതിന് ശേഷം ഈ ഭൂമിയിൽ അവശേഷിക്കുന്നവരെ ഇടത്തേക്കും വലത്തേക്കും മാറ്റുന്ന കാര്യമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ പറഞ്ഞേ. ചിലർ ഇതാദ്യമായിട്ടാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്തിമവിധി അവസാനമല്ലേ. അത് ഇടത്തേക്കും വലത്തേക്കും തിരിച്ചിട്ടൊന്നും അല്ലല്ലോ. അന്തിമവിധിയിൽ പിന്നെ ഇടത്തും വലത്തൊന്നും തിരിക്കാനില്ലല്ലോ. അവർക്ക് ന്യായവിധി മാത്രമല്ലേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരുടെ വിധിയെ കുറിച്ചാണ്. നിങ്ങളുടെ ബുദ്ധി പ്രവർത്തിക്കരുത്. ആത്മാവിൽ ദൈവത്തിന്റെ വചനത്തെ ഏറ്റെടുക്കുക. ഹല്ലേലൂയ. പെട്ടെന്ന് ബ്ലൈൻഡ് ഔട്ട് ആകുന്നത് പോലെ, പെട്ടെന്ന് ബുദ്ധി അടയുന്നത് പോലെ, ഓർമ്മ അടഞ്ഞു പോകുന്നത് പോലെയുള്ള ആരെയോ ഈ വചനം കേൾക്കുന്നുണ്ട്. അവരുടെ മേൽ കർത്താവിന്റെ ജീവൻ ഇറങ്ങുന്നു. യേശുവിന്റെ നാമത്തിൽ അത്ഭുതവിടുന്നു, അത്ഭുതവിടുന്നു. യേശുവിന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം. ജീസസ് name, ജീസസ് name. ഹല്ലേലൂയ. അന്ന് മത്തായിയുടെ സുവിശേഷം 25:34 രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. എപ്പോഴാണ് നിങ്ങൾക്ക് ഇത് ഒരുക്കിയത്? ലോകസ്ഥാപനത്തിന് മുന്നേ അല്ലേ? ആ സമയം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ രാജ്യം നിങ്ങൾ എന്ത് ചെയ്യുക? അവകാശമാക്കിക്കൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.
അന്ന് ജാതികള് ഈ ലോകത്തിലുണ്ടാകും. ജാതികളുടെ ആകെയുള്ള നേട്ടം എന്നാണെന്നറിയാമോ? ദൈവമക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നന്മ, സഹായം, കരുണ കാണിച്ചു എന്നൊരൊറ്റ കാരണത്താലാണ്. അതാ യേശു പറഞ്ഞത്, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. യേശുവിന് കൊടുത്തതല്ല, യേശുവിന്റെ മക്കൾക്ക്. ഹല്ലേലൂയ. ജീവിച്ചിരിക്കുന്ന ക്രിസ്തുവിലായിരിക്കുന്ന നിങ്ങളെ ഏതെങ്കിലും ഒരു വ്യക്തി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവർക്ക് 1000 വർഷത്തെ ഭരണത്തിൽ ഈ ഭൂമിയിൽ അവകാശം കിട്ടും. അവർ എടുക്കപ്പെടണമെന്നില്ല, അവർ സഭയാം കാന്തയാകാത്തതുകൊണ്ട് എടുക്കപ്പെടില്ല, പക്ഷെ അവർക്ക് അവകാശം കിട്ടും. ഏതെങ്കിലും ഒരു എതിർ ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ യേശു രക്ഷകനായിരുന്നു എന്ന് വിളിച്ച് കരഞ്ഞ് മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്നവരെ ഏതെങ്കിലും രാജ്യങ്ങൾ, ഏതെങ്കിലും ജീവിതങ്ങൾ, ഏതെങ്കിലും വ്യക്തികൾ കാത്തു സൂക്ഷിച്ച് സംരക്ഷിക്കുന്നെങ്കിൽ അവർക്കും അവന്റെ രാജ്യത്തിലേക്ക് പ്രവേശനം ലഭിക്കും. ഹല്ലേലൂയ. അവസാനം 1000 വർഷത്തെ ഭരണം നടക്കും. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഇറങ്ങുന്നില്ല. എന്നാൽ നിങ്ങൾ അറിഞ്ഞോണം, 1000 വർഷത്തെ ഭരണത്തിന് ശേഷം പ്രൈസ് ദി ലോർഡ്, പ്രിയപുത്രനായ യേശു രാജ്യം മുഴുവൻ പിതാവിന്റെ കാൽക്കൽ അർപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുശേഷം നിങ്ങൾ അറിഞ്ഞോളുക, താനും പിതാവിന് കീഴടങ്ങും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? അതിന്റെ അർത്ഥം താൻ ദൈവത്തിന്റെ അടുക്കൽ എങ്ങനെയായിരുന്നോ, ആരായിരുന്നോ, അത് തിരികെ പ്രാപിക്കുന്ന സമയം. കയ്യടിച്ചു കർത്താവ് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. അതുവരെ യേശു മനുഷ്യപുത്രന്റെ സാദൃശ്യത്തിലായിരിക്കും. ഇന്ന് യേശു പിതാവിന്റെ സന്നിധിയിൽ ഇരിക്കുന്നത് മനുഷ്യപുത്രന്റെ സാദൃശ്യത്തിലാണ്. കാരണം അവൻ വീണ്ടും വന്ന് ചിലത് ചെയ്യാനുണ്ട്. 1000 വർഷം മനുഷ്യപുത്രന്റെ സാദൃശ്യത്തിനായിരിക്കും. 1000 വർഷത്തിന് ശേഷം അവന്റെ യഥാർത്ഥ അവസ്ഥയിലേക്ക് അവൻ പ്രവേശിക്കപ്പെടും. അതുവരെ താഴ്ച ധരിച്ച പുത്രൻ, അതുവരെ പുത്രനാം ദൈവമെന്നവൻ വിളിക്കപ്പെടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു യോഹന്നാന്റെ സുവിശേഷം 17 ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 5-ാമത്തെ തിരുവചനം. ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തേണമേ. ഹല്ലേലൂയ പറഞ്ഞേ. ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ, ബിഫോർ ദ വേൾഡ് വാസ്, ലോകം ഉണ്ടാകുന്നതിന് എനിക്ക് നിന്റെ അടുക്കലുണ്ടായിരുന്ന ആ മഹത്വമുണ്ടല്ലോ, എന്നെ നിന്റെ അടുക്കൽ ആ മഹത്വത്തിൽ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. ലോകമുണ്ടാകും മുമ്പേ പിതാവിനോട് സമത്വത്തിൽ, ആ മഹത്വത്തിൽ സമത്വത്തിലായിരുന്നവൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദൈവം ഈ ചുമതല ആരെ ഏൽപ്പിച്ചു? പുത്രനെ ഏൽപ്പിച്ചു. ഇരുളിൽ നിന്ന്, അശുദ്ധിയിൽ നിന്ന്, കളങ്കമുള്ള ഹൃദയത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ. ഹലോ, നിങ്ങളുടെ ഈ സ്വഭാവം നിങ്ങളുടേതല്ല, അത് സാത്താന്റെ ആണ്. അതുകൊണ്ടല്ലേ പറഞ്ഞു, സാത്താന്റെ മോഹങ്ങളെ ചെയ്യാൻ നിങ്ങൾ ഇച്ഛിക്കുന്നു. യഹൂദരോട് പറഞ്ഞില്ലേ, നിങ്ങൾ ആരുടെ മോഹങ്ങളെ പ്രവർത്തിക്കുന്നത്? സാത്താന്റെ മോഹങ്ങളെ. അപ്പൊ സാത്താന്റെ മോഹങ്ങളെ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ആരുടെ പ്രവൃത്തിയാണ്? സാത്താന്റെ. നിങ്ങളുടെ ചിന്ത ആരുടേതാ? സാത്താനിയം. അവന്റെ മോഹം. നിങ്ങൾ ജഡമോഹത്തിൽ, ലോകമോഹത്തിൽ, സമ്പത്തിന്റെ മോഹത്തിൽ കിടക്കുമ്പോൾ അത് ദൈവത്തിന്റെ മോഹമല്ലാതെ അവന്റെ മോഹം നിന്നിൽ വെളിപ്പെടുകയാണ്. അവന്റെ മോഹമാ നിന്നിൽ വെളിപ്പെടുന്നെങ്കിൽ ഞാനത് പിന്നെ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാം. അങ്ങനെ നോക്കിയവരെ പറഞ്ഞത്, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ അപ്പന്റെ മോഹങ്ങളെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഏത് ഇച്ഛകളാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്, ഏത് ആഗ്രഹങ്ങൾ ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ അപ്പന്റെ മക്കളായി നിങ്ങൾ മാറുകയാണ്. നിങ്ങൾ പറയും, ഞാൻ ദൈവത്തിന്റെ മക്കളാണെന്ന്. പരിശുദ്ധി നിങ്ങളിൽ വെളിപ്പെടുന്നില്ല, നിഷ്കളങ്കത നമ്മിൽ വെളിപ്പെടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
നിങ്ങളുടേതല്ലാത്തതൊക്കെ കളയാൻ ലോകസ്ഥാപനത്തിന് മുമ്പേ തുടങ്ങിയ പരിപാടി ഇനിയും വെച്ചോണ്ടിരിക്കുന്നത്. എത്ര പഴകി ചീഞ്ഞ് നാറിയുന്നത് വേസ്റ്റ് കൊട്ടയും വെച്ചോണ്ട് നടക്കുക. ആ വൃത്തിയിട്ട സ്വഭാവം ഹല്ലേലൂയ. ആ നുണ പറച്ചിൽ, ആരാധനയ്ക്ക് വരാത്തതിന് പോലും നുണ പറയുന്ന ആൾക്കാരുണ്ട്. ഒരു ഹല്ലേലൂയ. ആരാധനയ്ക്കോ അതില്ല, എന്നിട്ട് അതിനും എന്തു പറയാ, അവർ ചെയ്യുന്ന വരാതിരുന്ന കാര്യങ്ങളെ വലുതാക്കിക്കൊണ്ട് അവർ സംസാരിക്കുന്നു. എന്തൊരവസ്ഥയാണ്! പ്രൈസ് ദി ലോർഡ്. പിശാച് എന്ന പിതാവിന്റെ മക്കൾ. യേശു പറഞ്ഞ അവൻ നുണയനും നുണയുടെ നുണ പറയുന്ന വ്യക്തി ദൈവത്തിന്റെ പൈതലാണെന്നല്ല പറയുന്നത്, പിശാചാണ് അവരുടെ അപ്പൻ. പിശാചിന്റെ ചിന്തകളെ, വഞ്ചനയെ തകർക്കാനുള്ളത് പ്രൈസ് ദി ലോർഡ്. ശപിക്കുന്നു കണ്ടിട്ടില്ലേ ദൈവമക്കള്? അവരിങ്ങനെയാ ശപിക്കുന്നത്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാ. ലൂക്ക 2:13 വചനപ്രകാരം ദൈവമക്കളാ എന്ത് ചെയ്യുന്നത്? ശപിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ദ്രോഹം ചെയ്തവനെ ശപിക്കുകയാണ്, വചനം വെച്ച് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. ആത്മമണ്ഡലത്തിൽ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ആരെയൊക്കെ ശപിക്കുന്നോ അവരെല്ലാം അനുഗ്രഹിക്കും. അതങ്ങനെയാ. നിങ്ങളെ ആരെങ്കിലും ശപിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ദിവസങ്ങളിൽ എന്തോ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ പോകും. അതുകൊണ്ട് നിങ്ങൾ അവരോട് വഴക്കിടാനൊന്നും പോണ്ട. അവരെ കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ നല്ല തിന്നാനോ വസ്ത്രമോ ഒക്കെ, അല്ലെങ്കിൽ ആഹാരമോ നല്ല പാനീയമൊക്കെ മേടിച്ചു കൊടുക്കുക. അവർ ഇച്ചിരി കൂടെ ശക്തി പ്രാപിച്ചിട്ട് നിങ്ങളെ ശപിക്കട്ടെ. അപ്പൊ അടുത്ത ബ്ലെസ്സിങ് നിങ്ങൾക്ക് കിട്ടട്ടെ. ദൈവരാജ്യത്തിൽ ശാപമില്ല, അനുഗ്രഹം മാത്രമേ. ഹല്ലേലൂയ. എഫേസ്യർ 1:4 നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. നിങ്ങൾ കാണുന്ന സാധാരണ ചർച്ചകളുടെ രീതിയൊന്നും അല്ല ഇത്. ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങൾ വിശുദ്ധരും നിഷ്കളങ്കരുമാകാൻ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അഡ്ജസ്റ്റ്മെന്റ് ജീവിതമൊന്നും ഇതിനകത്തില്ല. ബലഹീനത ചുമന്നുകൊണ്ട് നടക്കുന്ന ജീവിതമൊന്നും ഇല്ല ഇതിനകത്ത്. അതില്ലാത്തൊരു ജീവിതമുണ്ട്. അത് നിങ്ങൾ അറിയാത്തത് കൊണ്ടാണ്, കാണാത്തത് കൊണ്ടാണ്, അതിനകത്തേക്ക് നിങ്ങൾ പ്രവേശിക്കാത്തത് കൊണ്ടാണ്. അതിലേക്ക് പ്രവേശിച്ചത് കൊണ്ടാ പൗലോസ് പറഞ്ഞത്, നിങ്ങൾ എന്റെ അനുകാരികളായിരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ലോകസ്ഥാപനത്തിന് മുമ്പ് കണ്ടു. അടുത്ത് ഇനി തെരഞ്ഞെടുപ്പിലേക്ക് കയറുക കേട്ടോ. ഒരു 6-7 പോയിന്റ് ഈ 1:4 എഫേസ്യർ 1:4. പ്രൈസ് ദി ലോർഡ്. തെരഞ്ഞെടുപ്പിലേക്ക് കയറിയ എല്ലാരും പറഞ്ഞേ തെരഞ്ഞെടുപ്പ്. എന്നൂടെ പറഞ്ഞേ തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾക്ക് ഓർമ്മ വരുന്നേ? എലക്ഷൻ അല്ലേ? എലക്ട് ചെയ്യപ്പെടുക. ഒരു കൂട്ടത്തിൽ നിന്ന് എലക്ട് ചെയ്യപ്പെടുക. ആർക്ക് വേണമെങ്കിൽ എലക്ട് ചെയ്യപ്പെടാം. പക്ഷെ തയ്യാറാകുന്നവർ, ഏൽപ്പിച്ചു കൊടുക്കുന്നവർ, ശ്രദ്ധിച്ച് വിജയിക്കുന്നവർ. ഇത് സ്വർഗത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ഹല്ലേലൂയ. നിയമസഭയിലേക്കുള്ളതല്ല. അത് കള്ളവും കളങ്കവും കുതികാല് വിട്ടും അല്ലെ കള്ളത്തരവും പ്രൈസറോ കള്ളവോട്ട്. ഇതിനകത്ത് ഒരു കള്ളവോട്ട് നടക്കുകയായിരുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. ഹലോ, ഒരു കള്ളന്മാർക്ക് ഇതിനകത്ത് പ്രവേശിക്കാൻ പറ്റത്തില്ല, എലക്ട് ചെയ്യപ്പെടത്തില്ല കേട്ടോ. നുണയോ കളവോ ദുഷ്ടതയോ ഇതൊന്നും നടക്കുകയില്ല. ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയിരിക്കുന്നത് എപ്പോഴാണെന്നറിയോ? ലോകസ്ഥാപനത്തിന് മുമ്പ് അല്ലെ? നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തുടങ്ങി. അതാണ് റോമക്കാർക്ക് എഴുതിയ ലേഖനം 9:11 ശ്രദ്ധയോടെ ആ വചനം ഒന്ന് കണ്ടേ. റോമ 9:11. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവർത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന്. കുട്ടികൾ ജനിക്കുകയോ
ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ, കുട്ടികൾ ജനിച്ചിട്ടില്ല, ഗുണോ ദോഷവും ഒന്നും അവർ പ്രവർത്തിച്ചിട്ടില്ല, അതിനു മുൻപേ തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവ നിർണയം പ്രവർത്തികൾ നിമിത്തമല്ല, നിങ്ങളുടെ പ്രവർത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന് തെരഞ്ഞെടുപ്പ് നിന്നിൽ നടന്നു. നിന്റെ ഗുണം നോക്കിയിട്ടല്ല നിന്നെ തെരഞ്ഞെടുത്തത് കേട്ടോ. ആ ലിസ്റ്റിലേക്ക് നിന്റെ പേരെഴുതി വെച്ചത് നിന്റെ ഗുണം നോക്കിയിട്ടല്ല, നിന്റെ ദോഷം നോക്കിയിട്ടുമല്ല. നീ ജനിക്കുന്നതിന് മുൻപേ, നീ നന്മയും തിന്മയും പ്രവർത്തിക്കുന്നതിന് മുൻപേ നിന്റെ പേര് ലിസ്റ്റിൽ വന്നു. മുന്നമേ അവൻ നിന്നെ കണ്ടിരുന്നു. അവൻ നിന്റെ യോഗ്യത നിമിത്തമല്ല, ഹലോ, നിന്റെ യോഗ്യത നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ട നിമിത്തമത്രേ അത് സംഭവിച്ചത്. നോട്ട് അറ്റ് ബോൺ. ഹല്ലേലൂയ. ഗുഡ് ഓർ ഈവിൾ, നന്മയോ തിന്മയോ പ്രവർത്തിക്കുന്നതല്ല തെരഞ്ഞെടുപ്പിന് കാരണം, കൃപയാത്രേ. ഹല്ലേലൂയ. ഈ തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ കാരണം നിന്റെ ഗുണമല്ല, കൃപയാത്രേ. അല്ലേ? വിളിക്കപ്പെട്ടവ ഏറെ, അല്ലേ? തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? വിളിക്കപ്പെട്ടവർ ഏറെ, എല്ലാവർക്കും വിളിയുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നവരോ ചുരുക്കമെന്ന. ഈ തെരഞ്ഞെടുപ്പിന് യെസ് പറഞ്ഞു നിൽക്കുന്നവരാണ് എൻ്റെ ഈ വചനം കേൾക്കുന്നത് നിങ്ങളെല്ലാവരും. ഈ തെരഞ്ഞെടുപ്പിന് ഓക്കെ പറഞ്ഞവരാണ്, ഐ ആം റെഡി എന്ന് പറഞ്ഞവരാണ് നിങ്ങൾ ഓരോരുത്തരും. പക്ഷെ നിങ്ങൾ അറിയുക, ഇലക്ഷന്, തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നവരാണ് അവസാനത്തെ തെരഞ്ഞെടുപ്പിന് യോഗ്യരാകുന്നവർ. എത്ര പേര് എന്റെ കൂടെ ഉണ്ട്? പിടുത്തം കിട്ടിയോ? ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വിജയം വരിക്കുന്നവർക്കുള്ളതാണ് അസംബ്ലിയിലേക്ക്, നിയമസഭയിലേക്ക്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവത്തിന്റെ അടുക്കലേക്കുള്ള യഥാർത്ഥ പ്രവേശനം. അതുകൊണ്ടാണ് എഫേസ്യർ 1:4 നമ്മൾ കേട്ടത്, തെരഞ്ഞെടുക്കപ്പെടുന്ന നിങ്ങൾ വിശുദ്ധരും നിഷ്കളങ്കരും സ്നേഹിക്കുന്നവരും. ഇങ്ങനെയാ നിങ്ങൾ ജയിക്കുന്നത് കേട്ടോ. ജയം എങ്ങനെയാ? വക്രതയിൽ ജയമില്ല, തിന്മയിൽ ജയമില്ല, വിദ്വേഷത്തിൽ ജയമില്ല, സ്നേഹത്തിൽ, വിശുദ്ധിയിൽ, നിഷ്കളങ്കതയിലാണ് ജയമിരിക്കുന്നത്. അപ്പൊ എലക്ട് ചെയ്യപ്പെടുന്നവർ ചുരുക്കം. ഹല്ലേലൂയ. എന്താണ് ഈ തെരഞ്ഞെടുക്കപ്പെടുന്നവരുടെ പ്രത്യേകത എന്നറിയാമോ? ഗെറ്റ് റെഡി. എല്ലാവരും റെഡിയാണോ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് എങ്ങനെ ജീവിക്കണമെന്ന് തെരഞ്ഞെടുക്കാൻ കഴിയില്ല. അതാണ് എന്റെ പ്രത്യേകത. മനസ്സിലായോ? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം എങ്ങനെ ജീവിച്ച് തീർക്കണമെന്ന് നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. അതിന്റെ അർത്ഥം അവർക്ക് തീരുമാനമെടുക്കാൻ പറ്റില്ലെന്നോ ഇച്ഛാശക്തി ഇല്ല എന്നോ അല്ല. നിങ്ങളെ തെരഞ്ഞെടുത്തവന്റെ ഇച്ഛ അറിഞ്ഞ് അത് തെരഞ്ഞെടുക്കുന്നതാണ് തെരഞ്ഞെടുക്കപ്പെടുന്നവരുടെ ജീവിതം. കൈയടിച്ച് കത്താറുണ്ട്. അപ്പൊ നിങ്ങളുടെ ഇച്ഛാശക്തി എന്തിനാണ് ഉപയോഗിക്കേണ്ടത്? നിങ്ങളെ തെരഞ്ഞെടുത്തവന്റെ ഇച്ഛ അറിയുവാൻ. നിങ്ങൾ എവിടെയായിരിക്കണം, നിങ്ങൾ എവിടെ പാർക്കണം. ഓ, നിങ്ങളൊക്കെ എവിടെ പാർക്കാനാ? അപ്പൊ ഒരു സ്ഥലത്ത് കൂടാരടിച്ച് ആടെ തന്നെ പാർക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ഒരു സ്ഥലത്ത് ജോലിക്ക് കയറി ആടെ തന്നെ ജോലി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
അപ്പൊ ആരോ പറയുന്നു ഒരു സഭ കഴിഞ്ഞ് അടുത്ത സഭയിലേക്ക്. ആ പരിപാടി ഇതിനകത്തില്ല കേട്ടോ. ഒരു സഭയിൽ കർത്താവ് ആക്കി വെച്ചിട്ട് പിന്നെ ഓടി നടക്കുന്ന പരിപാടിയൊന്നും കർത്താവിന്റെ രാജ്യത്തിലില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവ് പ്രത്യേകം ആക്കി വെക്കുന്നവരെ അയക്കും. അയക്കപ്പെടുന്നവരാണ് അങ്ങനെ പോകേണ്ടത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, നീ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണോ? നിന്റെ ജീവിതത്തെ തെരഞ്ഞെടുക്കാൻ നിനക്ക് സാധ്യമല്ല. നിന്നെ തെരഞ്ഞെടുത്തവന്റെ ഇഷ്ടം വചനത്തിലൂടെ ആത്മാവിൽ അറിഞ്ഞ് അവന്റെ ഇച്ഛക്കനുസൃതമുള്ള ജീവിതം നടത്തുന്നതാണ് തെരഞ്ഞെടുക്കപ്പെട്ട നിന്റെ ജീവിതം. 2 തെസ്സലോനിക്കർ 2:13. ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടംപെട്ടിരിക്കുന്നു. കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ. ഈ പ്രിയരാകാത്തോണ്ടാണോ നിങ്ങൾ ഉണ്ടായിരുന്നത്? പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ ആദ്യം മുതൽ, എപ്പോ മുതലാ? ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും. അപ്പൊ ആദ്യം മുതൽ നിങ്ങൾ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലായിരുന്നു. ലോക സ്ഥാപനത്തിന് മുമ്പേ നിങ്ങളിൽ വിശുദ്ധീകരണം ഉണ്ടായിരുന്നു. നിങ്ങൾ അതിങ്ങെടുത്താ മതി. നിങ്ങളുടെ ഒറിജിനലിനെ നിങ്ങൾ മുറുക്കെ പിടിച്ചാ മതി. ഈ ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഡ്യൂപ്ലിക്കേറ്റുകൾ വിടമറിയുക. നിങ്ങളുടെ ഒറിജിനൽ ആത്മമണ്ഡലത്തിലെ ജീവിതം അശുദ്ധിയില്ലാത്തതായിരുന്നു, നുണ പറയാത്തതായിരുന്നു, സത്യം മാത്രം പറയുന്നതായിരുന്നു, ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലായിരുന്നു നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ. ആ പൂർവ്വ അവസ്ഥയെ നിങ്ങൾ പിടിച്ചാൽ മതി. ഈ ലോകത്തിൽ നിന്ന് വന്നതെല്ലാം കൈവിട്ട് കളയുക. ഇവിടെ കിട്ടിയ അസൂയ, ഇവിടെ കിട്ടിയ കോപം, ഹല്ലേലൂയ, ഉയ്യോ ജനിച്ചു വീണപ്പോ നിങ്ങൾക്ക് അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നു? എന്തൊരു നിഷ്കളങ്കരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കാരണം നിങ്ങളുടെ ആത്മാവ് നിഷ്കളങ്കമായിരുന്നു. ഈ ലോകത്തിൽ നിന്ന് അശുദ്ധികളും കളങ്കമാക്കുന്ന പലതും നിങ്ങളിലേക്ക് കടന്നു വന്നു. നിങ്ങൾ തിരിച്ചു പോകുവിൻ പഴയതിലേക്ക്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും. ഇപ്പൊ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വിട്ടുമാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഒറിജിനൽ എന്തായിരുന്നു എന്ന് കാണാൻ തുടങ്ങും. പിടുത്തം കിട്ടിയോ? അമിത കോപമുള്ളവർ എന്ത് ചെയ്യുക? നിങ്ങളുടെ ആ ശാന്തമായ അവസ്ഥയെ ഒന്ന് കാണുക. പരദൂഷണം പറയുന്ന നിങ്ങൾ, സദ്വചനങ്ങൾ മാത്രം പറയുന്ന നിങ്ങളെ ഒന്ന് കാണുക. അസൂയയുള്ള നിങ്ങൾ, അസൂയയില്ലാത്ത, മറ്റുള്ളവരുടെ ഉയർച്ചയും വളർച്ചയിലും സന്തോഷിക്കുന്ന നിങ്ങളെ ഒന്ന് കാണാൻ തുടങ്ങുക. കുറ്റം പറയുന്ന നിങ്ങൾ, ഒരിക്കലും നിങ്ങളുടെ നാവിനെ ഒരു കുറ്റവും പറയാത്ത തരത്തിലുള്ള നിങ്ങളുടെ മുന്നമേയുള്ള വിശുദ്ധീകരണത്തെ കാണുക. സങ്കല്പങ്ങളും ചിന്തകളിലും അശുദ്ധിയും വിദ്വേഷവും കോപവും വെറുപ്പും ഒക്കെ സൂക്ഷിക്കുന്നവർ കളങ്കമില്ലാത്ത സങ്കല്പങ്ങളെ, കളങ്കമില്ലാത്ത ചിന്തകളെ കാണാൻ തുടങ്ങുക. ആദ്യം മുതൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സത്യത്തിന്റെ വിശ്വാസത്താൽ, വചനത്തിലുള്ള വിശ്വാസത്താൽ രക്ഷയ്ക്കായി നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടത് കൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു. നിങ്ങളിൽ എത്ര പേർ ഈ കടം വീട്ടുന്നുണ്ട്? എൻ്റെ ബ്രദറെ, നമുക്ക് സൂചിച്ചുകൊണ്ടിരിക്കാൻ നേരെയില്ല. ഈടത്തെ കടം വീട്ടാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോഴാണ് നിങ്ങൾ ഈടത്തെ കടവും വീട്ടിൽ നടന്നോ. ദൈവത്തിന്റെ കടം വീട്ടരുത് കേട്ടോ. ഈടെ കടം മുഴുവൻ ഉണ്ടായാലും കുഴപ്പമില്ല, അവിടത്തെ കടം തീർക്കാൻ നോക്ക്. ഒരു ഹല്ലേലൂയ.
വചനം പറഞ്ഞ പ്രകാരം, ഹല്ലേലൂയ, നിങ്ങളെ വിളിച്ചവന്റെ ഇച്ഛപ്രകാരം നിങ്ങൾ ജീവിപ്പീൻ. രാവിലെ എഴുന്നേറ്റ് സ്തുതിക്കാൻ തുടങ്ങാൻ കിടക്കുന്ന എഴുന്നേറ്റ് ഇരുന്നിട്ട് ഒരു അരമണിക്കൂർ സ്തുതിച്ച് നന്ദി പറഞ്ഞിട്ട് ഏറ്റുപോ കട്ടൻ കാപ്പി ഉണ്ടാക്കാൻ. കടപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ ദൈവത്തിന് നന്ദി പറയാൻ, മറ്റുള്ളവർക്ക് വേണ്ടി നന്ദി പറയാൻ. നിങ്ങൾക്ക് വചനം പങ്കുവെച്ചിരുന്ന എനിക്ക് വേണ്ടി ഡെയിലി പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കടമുണ്ട്. ഇത്ര പറയുന്നുണ്ട്, ഞാനത് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആരെങ്കിലും വചനത്തിൽ സഹായിക്കുന്നവർ, ലീഡേഴ്സ് ആയിട്ടുള്ളവർ, പരസ്പരം സഭയിലുള്ളവർ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. സഭയിലുള്ളവർ, വരുന്നവർ, വരാത്തവർ, ഇടം തിരിഞ്ഞിരിക്കുന്നവർ, ഹല്ലേലൂയ, ശുക്രദശയിലിരിക്കുന്നവർ, കൃപയിൽ വളരുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, പ്രാർത്ഥിക്കാത്തവർ, വാട്സപ്പ് ഗ്രൂപ്പിൽ എപ്പോഴും വരുന്നവർ, വരാത്തവർ, വല്ല കാലത്തും തീരാൻ നേരത്ത് തലയെത്തിച്ചു നോക്കുന്നവർ, ഇടയ്ക്ക് വരുന്നവർ, വീണ്ടും പോകുന്നവർ, ഇവർക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു കടപ്പാട് എനിക്കുണ്ട്. From the beginning chosen you. ആദ്യം മുതൽ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ലോക സ്ഥാപനത്തിനു മുമ്പേ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. Praise the Lord. എന്റെ പ്രിയമക്കളെ, നാം അവന്റെ മുമ്പാകെ സ്നേഹത്തിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോക സ്ഥാപനത്തിനു മുൻപേ അവൻ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. 2 പോയിന്റാണ് നമ്മളിപ്പോ കണ്ടത്. മൂന്നാമത്തെ പോയിന്റിലേക്ക് നമ്മൾ കയറിയിട്ടില്ല. 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്. ഇനി ഈ ഒരൊറ്റ വചനത്തിൽ ഈ കിട്ടിയതിനെ മുറുകെ പിടിച്ചങ്ങോട്ട് കയറാൻ നോക്ക്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തിട്ട് ഇഷ്ടമില്ലാത്തത് മാറ്റിവെക്കാനല്ല, എല്ലാം എടുക്കാനുള്ളതേ കർത്താവ് തന്നിട്ടുണ്ട്. നിങ്ങൾ ആരാണ്? തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എപ്പോ നിങ്ങളെ എലക്ട് ചെയ്തു എന്നറിയാമോ? ലോക സ്ഥാപനത്തിന് മുമ്പ്. എന്തിനു വേണ്ടിയാണ് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. അവന്റെ മുമ്പിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ സന്നിധിയിൽ, അല്ലേ? അവിടുത്തെ സന്നിധിയിൽ സ്നേഹത്തിൽ വളരുവാൻ, പരിശുദ്ധരാകുവാൻ, വിശുദ്ധരാകുവാൻ, കളങ്കമില്ലാത്തവരാകേണ്ടതിന് അവനിൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങൾ ഇവിടത്തെ ലോകത്തിലെ കാര്യത്തിൽ ഇലക്ട് ചെയ്യപ്പെട്ടവരല്ല, ദൈവരാജ്യത്തിൽ ഇലക്ട് ചെയ്യപ്പെട്ടവരാണ്. നിങ്ങൾ ആദിയിലേ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. ആദിയിലുള്ള കളങ്കമില്ലാത്ത വിശുദ്ധിയിലേക്ക് നിങ്ങൾ പ്രവേശിപ്പേ. ആദിയിൽ സ്നേഹത്തിലായിരുന്ന സ്നേഹത്തിലേക്ക് നിങ്ങൾ പ്രവേശിപ്പേ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, നിങ്ങൾ ആദ്യ സ്നേഹം കൈവിട്ടു. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾക്ക് ഇത്രയും മതി. കാരണം ഒരുപാട് കുറേ നേരം തന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. കിട്ടിയത് നന്നായിട്ട് മുറുകെ പിടിച്ച് വളരാൻ തുടങ്ങി. അങ്ങനെയുള്ളവരുടെയാണ് സഭ, കേട്ടോ. അല്ലാതെ കിട്ടിയിട്ട് തേങ്ങാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവർക്കുള്ളതല്ല സഭ. ഹല്ലേലൂയ. അയ്യോ എൻ്റെ പെണ്ണ് കൂടപ്പറപ്പുകൾ, വിശ്വസിച്ച് കാലുവേദനയും കൈവേദനയും മാറാനൊന്നും അല്ല ഈ തെരഞ്ഞെടുപ്പ്. അതൊക്കെ ഈ കൂടെ കിട്ടുന്നതാണ്, കേട്ടോ. 10,000 രൂപ, 1 ലക്ഷം, 10 ലക്ഷം, വീടും കൂടും കാറും കിട്ടുന്നതൊന്നും അല്ല ഈ പരിപാടി. ഇവിടുത്തെ പരിപാടി അല്ല ഇത്. ആ രാജ്യത്തിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകുവാൻ ക്രിസ്തുവിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാ നിങ്ങൾ. ഈ ലോകത്തിലെ മോഹത്തിനു വേണ്ടിയല്ല നിങ്ങൾ ഓടേണ്ടത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ഇടയ്ക്കും മടുക്കും ഇല്ലാതെ നടക്കുന്ന നിങ്ങൾ ഒന്നും കർത്താവ് വരുമ്പോ പോകാനും പോണില്ല, കേട്ടോ. ഹല്ലേലൂയ. വിജയിക്കുന്നവരാണ് എലക്ട് ചെയ്യപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. വിജയിക്കണം. നിങ്ങൾ വിളിക്കപ്പെട്ടവരാണ്, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നിങ്ങൾ വിജയം വരിക്കണം. നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും.
ഒറ്റ കാര്യം ചെയ്താൽ മതി, ഒരൊറ്റ ടേൺ. എങ്ങോട്ടാ? ആദ്യ അവസ്ഥയിലേക്ക്. ഇവിടുത്തെ എല്ലാം വിടുക, ആദ്യ അവസ്ഥയിലേക്ക് തിരിയുക, ആ കുടുംബത്തിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ദൂതന്മാരെയും വിശുദ്ധന്മാരെയും ഒക്കെ കാണുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്നേഹിക്കുക, സഭയെ സ്നേഹിക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ വിളി ഈ ലോകത്തിലെ ചമ്മന്തിക്ക് വേണ്ടി എല്ലാം തിരിച്ചറിയുക. ചിലരെല്ലാം ഓർക്കുമ്പോൾ എനിക്ക് ചിരിയും വരുന്നുണ്ട്, സങ്കടവും വരുന്നുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞ് ഷഫാനറ. രാഷ്ട്രീയം കളിക്കാനുള്ളതൊന്നും അല്ല സഭ. ക്രിസ്തുവിനുള്ള ജീവിതം ഹല്ലേലൂയ താഴ്മ ധരിക്കാനുള്ളതാണ്, അനുസരണമുള്ളവരാകാനുള്ളതാണ്, സ്നേഹിക്കാനുള്ളവരാണ്, പരിശുദ്ധി സൂക്ഷിക്കാനുള്ളവരാണ്, കളങ്കമില്ലാതെ തങ്ങളുടെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഈ വിളി. അപ്പാ പിതാവേ, ആത്മാവിൽ വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ മേലും അടിയൻ കരം വയ്ക്കുന്നു. അവിടുത്തെ ജീവൻ നിറയട്ടെ, അവിടുത്തെ ജീവൻ നിറയട്ടെ. എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ കണ്ണുകളും അടയട്ടെ. താഴ്മയോടെ ഏൽപ്പിച്ചു കൊടുക്കുക. ഹൃദയം തുറന്ന് തൻ്റെ വിളി എന്താണെന്ന് അറിയുക, തൻ്റെ തെരഞ്ഞെടുപ്പ് എന്താണെന്ന് അറിയുക. ഇത് ഒന്നാം ഭാഗമാണ് നിങ്ങൾ ഈ എഫേസ്യർ 1:4 ഒന്നാം ഭാഗമാണ് നിങ്ങൾ കേട്ടത്. ഇനി തുടർമാനമായി നിങ്ങൾ കേൾക്കാൻ പോകുന്നു. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക, കേട്ട വചനം സ്വീകരിക്കുക. കേട്ട വചനം ജീവനാകട്ടെ. അവനിൽ ജീവനുണ്ടായിരുന്നു, അവനിൽ ജീവനുണ്ടായിരുന്നു. ആ ജീവൻ നിന്റെ വെളിച്ചമാണ്. ആ ജീവൻ നിന്റെ മേൽ ഈ വചനത്തിലൂടെ വെളിപ്പെടുകയാണ്. എല്ലാ ഇരുളുകളും ചിന്താമണ്ഡലങ്ങളിൽ നിന്ന് പുറത്തുപോകട്ടെ. ആഗ്രഹിക്കുക, ആഗ്രഹിക്കുക, ആഗ്രഹിക്കുക. ഈ ലോകത്ത് നിന്ന് വന്നിരിക്കുന്ന സകല ഇരുളിന്റെ പ്രവർത്തികളും ഈ ലോകത്തിൽ നിനക്ക് ലഭിച്ച പിശാച് നൽകിയ മോഹങ്ങൾ അത് നിന്റെതല്ല, അത് അഴിഞ്ഞു പോകട്ടെ. ഈ വചനത്താ ആത്മശക്തിയെ അടിക്കുക, തിരിയുക, പഴയതിലേക്ക് ക്രിസ്തുവിലേക്ക് തിരിയുക, ആത്മാവിലുള്ള വിശുദ്ധീകരണത്തിലേക്ക് തിരിയുക. മോഹത്തെ വിടുക, ജീവനത്തിന്റെ പ്രതാപത്തെ വിടുക, ദുരാഗ്രഹങ്ങൾ വിടുക, ജഡമോഹങ്ങളെ വിടുക. ഒരുപാട് സമ്പത്തുണ്ടാക്കണമെന്നുള്ള ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കുക. അവന്റെ സമ്പത്തിനെ മുറുക്കെ പിടിക്കുക. ഏറ്റവും പ്രധാനമായ സമ്പത്തിനായി കുടിക്കുക, ദാഹിക്കുക. യേശുവേ എനിക്കത് മതി, എനിക്കത് മതി. അങ്ങയുടെ മുൻപിൽ സ്നേഹത്തിലായിരിക്കാൻ അങ്ങ് ഞങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ 2-3 പേർ ഒരുമിച്ച് കൂടുമ്പോൾ അങ്ങയുടെ മുൻപിലേക്ക് വരുവാൻ, അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, സ്നേഹത്തിലായിരിക്കാൻ എനിക്ക് കൃപ തരണമേ. പരിശുദ്ധനാകുവാൻ, അവിടുത്തെ വിശുദ്ധിയെ, അവിടുത്തെ പരിശുദ്ധിയെ പ്രാപിക്കുവാൻ ദൈവത്തിന്റെ വചനമാരുടെ പക്കൽ വന്നുവോ അവർ ദൈവങ്ങളെന്ന് വിളിക്കപ്പെട്ടു. ഞാനാണത്. എന്റെ മേൽ അവിടുത്തെ പരിശുദ്ധി ഇറങ്ങട്ടെ, വെളിപ്പെടട്ടെ, ജഡം വിടുവിക്കപ്പെടട്ടെ, എന്റെ മനസ്സ് സ്വതന്ത്രമാകട്ടെ, അവന്റെ ജീവൻ ഗ്രസിക്കപ്പെടട്ടെ. യേശുവിന്റെ ജീവൻ എന്റെ മേൽ വാഴട്ടെ. യേശുവിന്റെ ജീവനാൽ എന്റെ ആത്മാവ് വിശുദ്ധീകരിക്കപ്പെടട്ടെ, എന്റെ ദേഹി വിശുദ്ധീകരിക്കപ്പെടട്ടെ, എന്റെ മനസ്സ് വിശുദ്ധീകരിക്കപ്പെടട്ടെ, ചിന്ത വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഇച്ഛാശക്തി വികാരങ്ങൾ വചനത്തിന്റെ ജീവനാൽ ഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ വാഴ്ചയുടെയും ആദ്യപഥ്യങ്ങളെയും ആത്മമണ്ഡലത്തിൽ നിന്നും മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും പുറത്താക്കും. Get out. In the name of Jesus. പാപപരിഹാരാർത്ഥം ക്രൂശിൽ യാഗമായ യേശുവിന്റെ പരിശുദ്ധ രക്തം ഇട വചനം സ്വീകരിച്ചിരിക്കുന്നവരുടെ മേൽ ഞാൻ തളിക്കുന്നു. അത്ഭുത ജീവൻ, വചനത്തിന്റെ ജീവൻ, ആത്മാവിന്റെ ജീവൻ, ആത്മാവിന്റെ ചലനത്തിനാണ് ഈ മക്കളെ ഞാൻ ഏൽപ്പിക്കുന്നത്. പുതിയ തീരുമാനം, ഉറപ്പുള്ള തീരുമാനം. ദൈവത്തിലായിരുന്ന യുഗങ്ങൾക്ക് മുമ്പേ, ഈ ഭൂമിക്ക് അടിസ്ഥാനപ്പെടുന്നതിന് മുമ്പേ താൻ എന്തായിരുന്നു അതിലേക്ക് തിരിച്ചു പോകുവാൻ, അതിൽ ജീവിപ്പാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കും. ആമേൻ. അടുത്തിരിക്കുന്ന കൈ കൊടുത്തോണ്ട് പറയാം,
ഞാൻ പൊതുജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുന്നു. ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കാലത്തിന്റെ പൂർണ്ണത